എല്ലാവർക്കും എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നിങ്ങൾ സ്ക്രീനിൽ കണ്ടതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന വലിയൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും വെറും 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഗൂഗിൾ ആഡ്സിൻ്റെ ബേസിക്സ് കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആ ക്ലയൻറ്റിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിലും ഇവിടെ എല്ലാം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ ആൾക്കാരിലേക്ക് നിങ്ങളുടെ ആഡ് നിങ്ങളുടെ ബ്രാൻഡ് കാണിക്കുക എന്നുള്ളത്, അല്ലേ? സോ നിങ്ങളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണോ അവിടെ നിങ്ങളുടെ ബ്രാൻഡിനെ കാണിക്കുമ്പോഴാണ് ആ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾക്കറിയാം, നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് എവിടെയാണ്? നമ്മുടെ ഗൂഗിളിലായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലായിരിക്കും. പിന്നെ നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ജിമെയിൽ. പിന്നെ നമ്മൾ പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യം ഗൂഗിൾ പ്രോഡക്ട്സ് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങളുടെ ബ്രാൻഡിനെ കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? സോ അതാണ് ഗൂഗിൾ ആഡ്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗൂഗിൾ ആഡ്സ് എന്താണ്, ഗൂഗിൾ ആഡ് അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ബിസിനസ്സിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഗൂഗിൾ ആഡ്സ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. അത് മാത്രമല്ല, നമ്മളൊരു സെർച്ച് ക്യാമ്പയിൻ ലൈവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾക്കതും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പം നമ്മൾക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. സ്കിപ്പ് ചെയ്യാണ്ട് 2 മണിക്കൂർ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ കരിയർ സെറ്റപ്പ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഒരു ദിവസം മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമ്മുടെ AI ഇൻറ്റിഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നോക്കിക്കോളൂ. കാരണം സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാച്ചസ് ആണ്. പിന്നെ അവിടെ നിങ്ങൾ പുതിയ ബാച്ചസിലോട്ടേക്ക് സീറ്റ്സ് അവൈലബിൾ ആണ്. സോ ദാറ്റ് നിങ്ങൾക്ക് ഇപ്പം തന്നെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് സ്പോൺസേർഡ് ആഡ് എന്ന് കാണിക്കുന്നതാണ് ഗൂഗിൾ ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് നമ്മൾ SEM എന്നുള്ള രീതിയിലും പറയും, ദാറ്റ് ഈസ് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ്. ഓക്കെ, സോ ഞാനിപ്പം സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ഇപ്പം ഞാൻ ഗൂഗിളിൽ കയറി. ഗൂഗിളിൽ വന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ഒരുപാട് റിസൾട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ സ്പോൺസേർഡ് ആഡ് നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ, അതേപോലെ തന്നെ ഇതൊക്കെ സ്പോൺസേർഡ് ആഡ് ആണ്. 99 ഏക്കേഴ്സിനുണ്ട്, ദേശായി ഹോംസ് ഉണ്ട്, അസറ്റ് ഹോംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും നിങ്ങൾ സ്പോൺസേർഡ് ആഡ് കാണുന്നില്ല. പക്ഷേ ഇവിടെ എന്താണ്, സ്പോൺസേർഡ് ആഡ് കാണുന്നുണ്ട്. അപ്പോൾ ഫോർ സപ്പോസ് നിങ്ങളിപ്പം ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഉള്ള ഒരാളാണെങ്കിൽ, അതിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഏതെങ്കിലും ഒരു യൂസർ വന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പം നിങ്ങളുടെ ആഡ് ഇവിടെ തന്നെ കാണുവാണെങ്കിൽ അവരതിവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാൻ ചാൻസ് ഉണ്ട്, അല്ലേ? സോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് നമ്മൾ സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ റിസൾട്ടുകൾ കാണുന്ന ഈ പേജിനാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് SERP, SERP എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ നിങ്ങളുടെ ബ്രാൻഡിന്, നിങ്ങളുടെ കമ്പനീനെ, നിങ്ങളുടെ എന്താ പറയുക വെബ്സൈറ്റിന് ഫസ്റ്റിൽ തന്നെ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന മാർക്കറ്റിങ്ങിനെയാണ് നമ്മൾ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്പോൺസേർഡ് ആഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസിക്കലി പെയ്ഡ് മാർക്കറ്റിംഗ് എന്തുകൊണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെർച്ച് എൻജിൻ ദാറ്റ് ഈസ് ഗൂഗിളിൽ ഒരു ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗൂഗിളിനൊരു പൈസ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ആ പൈസ കൊടുക്കുന്നത് കൊണ്ടാണ് അത് പെയ്ഡ് മാർക്കറ്റിംഗ് ആവുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ പൈസ കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ വെബ്സൈറ്റിനെ ഫ്രണ്ടിലോട്ടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ പ്രോസസ്സിനെ നമ്മൾ സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എന്ന് പറയും. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ സംഭവിച്ചത്, വീഗാലാൻഡിൻ്റെ അടുത്തുനിന്ന് ഗൂഗിൾ ഒരു പൈസ ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്ത് പറയുന്നു, PPC അഡ്വർടൈസിങ് എന്നും പറയുന്നു. ദാറ്റ് ഈസ് പേ പെർ ക്ലിക്ക്. ഓരോ ക്ലിക്കിനും പൈസ കൊടുക്കുക. അതുകൊണ്ട് അതിനെ പേ പെർ ക്ലിക്ക് അല്ലെങ്കിൽ PPC അഡ്വർടൈസിങ് എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഗൂഗിൾ ആഡ്സിൽ വൺ ഓഫ് ദ ആഡ് ടൈപ്പാണിത്. ദാറ്റ് ഈസ് സെർച്ച് ആഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗൂഗിൾ ആഡ്സിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ
നമ്മൾ പറഞ്ഞു, അതായത് നമ്മളുടെ സെർച്ച് എഞ്ചിനിൽ ഫസ്റ്റ് പൊസിഷനിലോട്ടേക്ക് നമുക്ക് എത്തിക്കണം, നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് പൊസിഷനിലോട്ടേക്ക് നമുക്ക് എത്തിക്കണം, പെട്ടെന്നായിട്ട് നമുക്ക് എത്തിക്കണം. അപ്പോൾ ഓർഗാനിക് മാർക്കറ്റിംഗ് ഉണ്ട്, പെയ്ഡ് മാർക്കറ്റിംഗ് ഉണ്ട്. ഓർഗാനിക് മാർക്കറ്റിംഗ് ആണ് SEO എന്ന് പറയുന്നത്. അതായത് നമ്മൾ സെർച്ച് എഞ്ചിൻ്റെ പൈസ കൊടുക്കാണ്ട് സെർച്ച് എഞ്ചിൻ്റെ കുറച്ച് റൂളുകൾ പാലിച്ച് നമ്മൾ കോണ്ടന്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഫസ്റ്റ് റാങ്കിലോട്ടേക്ക് എത്തിക്കുന്നതിനാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ സ്പോൺസർഡ് ആഡ് കാണില്ല. ആൻഡ് ഇറ്റ് ഓൾസോ ടേക്ക് ടൈംസ്, കുറച്ച് സമയം എടുത്തിട്ടാണ് അത് എന്താകുന്നത്, ഫസ്റ്റിലോട്ടേക്ക് റാങ്ക് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിന് എന്ത് ചെയ്യാണ്, റാങ്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ റാങ്കിങ് എന്ന് പറയുന്ന കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് ഞാൻ അടിച്ചു. ആൻഡ് ഇവിടെ ഒരുപാട് നിങ്ങൾക്ക് റിസൾട്ടുകൾ കാണാം. ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്പോൺസർഡ് ആഡ്, ഈ ഫസ്റ്റിലൊക്കെ നമ്മൾ സ്പോൺസർഡ് ആഡ് കണ്ടിട്ടുണ്ട്, അതായത് ഫസ്റ്റിലെ റിസൾട്ടൊക്കെ സ്പോൺസർഡ് ആഡ് ഉണ്ട്. ഇനിയിപ്പോൾ അടിയിലോട്ടേക്ക് വരുന്ന സമയത്ത് മേ ബി കണ്ട അടിയിലോട്ടേക്കും ഇവരുടെ ആഡുകൾ നമുക്ക് കാണാം. ആൻഡ് അത് മാത്രമല്ല വീണ്ടും ഒരുപാട് പേജസ് ഉണ്ട് അല്ലേ ഗൂഗിളിൽ, സെർപ്പിൽ. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ എന്താണ് നമ്മളുടെ ആഡുകൾ നമുക്ക് കാണാൻ വേണ്ടി ആഡുകൾ റൺ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം നമ്മളുടെ ആവശ്യം എന്താ, എപ്പോഴും നമ്മളുടെ ആഡ് ഫസ്റ്റ് പൊസിഷനിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ ആഡ്സിന് എപ്പോഴും ഓപ്ഷൻ ബേസ്ഡ് അല്ലെങ്കിൽ ബിഡിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഗൂഗിൾ ആഡ്സിനെ പറയുന്നത്. ബേസിക്കലി അവിടെ ഒരു ലേലം വിളിയാണ് നടക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ലേലം വിളിക്കുക, ഇപ്പം ഞാനൊരു 10 രൂപയുടെ ഒരു പെന്ന് വിൽക്കാമെന്ന് വിചാരിച്ചോ. അപ്പം എനിക്ക് ആ പെന്നിനെ ഞാൻ ലേലത്തിൽ വെക്കുവാണെങ്കിൽ എനിക്ക് ആ പെന്നിന് ഏറ്റവും കൂടുതൽ പൈസ തരുന്ന ആരാണോ അവർക്കായിരിക്കും ഞാൻ ആ പെന്ന് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്, ലേലം വിളി നടക്കുന്നത്. ഇവിടെ ആക്ച്വലി ലേലം വിളി ആ ഒരു ഓപ്ഷൻ നടക്കുന്നത് പൊസിഷന് വേണ്ടിയിട്ടാണ്. എവിടെയാണ് എനിക്ക് എപ്പോഴും ഫസ്റ്റ് പൊസിഷനിൽ തന്നെ എത്തണം. സോ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എപ്പോൾ എന്ത് നടക്കുന്നത്, ആ ലേലം വിളി നടക്കുന്നത്. അപ്പോൾ ഇവിടെ പൈസ എന്നുള്ള മാറ്റർ മാത്രമല്ല, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു ക്ലിക്കിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കാൻ താല്പര്യപ്പെടുന്ന ആരാണോ അവർക്ക് മുൻഗണന ഉണ്ടാവും ആദ്യത്തെ പൊസിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് മാത്രമല്ല റീസൺ. ഓക്കെ, സോ അതിനെ നമ്മൾ ബിഡിങ് എന്ന് പറയാം. അതായത് ഇപ്പം ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല കൊച്ചിയിൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ചെയ്യുന്നത്, വേറെ ഒരുപാട് ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ തന്നെ എന്താണ്, എന്നെ പോലെ തന്നെ അവർക്കൊക്കെ ഈ ഫ്രണ്ട് പൊസിഷനിലോട്ടേക്ക് അവർക്കും എന്ത് ചെയ്യണം, ഫസ്റ്റിൽ തന്നെ എത്തണം. അപ്പോൾ അവരും കോമ്പീറ്റ് ചെയ്യും, അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും ഫസ്റ്റിലോട്ടേക്ക് എത്തണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളുടെ പൊസിഷൻ, അതായത് എൻ്റെ വെബ്സൈറ്റിൻ്റെ പൊസിഷൻ ഗൂഗിള് തീരുമാനിക്കുന്നത് കുറച്ച് കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതിലൊന്നാണ് നമ്മൾ പറയുന്നത് ആഡ് റാങ്ക്, രണ്ടാമത്തേതാണ് നമ്മൾ പറയുന്നത് ക്വാളിറ്റി സ്കോർ. ഓക്കെ, സോ ഈ ആഡ് റാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്, പൊസിഷന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത് വേറെ ഒരുപാട് ആൾക്കാരും കോമ്പറ്റീറ്റേഴ്സും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഗൂഗിൾ എന്താ ചെയ്യുക, ഗൂഗിളും അതെന്തായിരിക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ, ഇതിപ്പോൾ ആർക്കാണ് എന്താ പറയുക ഫസ്റ്റ് പൊസിഷൻ കൊടുക്കേണ്ടത്, കാരണം എല്ലാവരും കുറേ പൈസ തരാൻ തയ്യാറാണ്, പക്ഷേ ഇത് ആർക്കാണ് ഞാൻ ഫസ്റ്റ് പൊസിഷൻ കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ അവിടെ ഒരു റാങ്ക് നിശ്ചയിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കും 1 2 3 4 സെക്കൻഡ് തേർഡ് ഫോർത്ത് പ്ലേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റാങ്കുകൾ പറയുന്നില്ലേ. അതേപോലെ തന്നെ ഗൂഗിൾ എന്താ ചെയ്യുന്നത്, അവിടെ ഒരു റാങ്ക് നിശ്ചയിക്കുന്നുണ്ട്. ആൻഡ് ആ റാങ്ക് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിനും കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ എത്ര പൈസ ബിഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അതേപോലെ തന്നെ ക്വാളിറ്റി സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ക്വാളിറ്റി സ്കോർ എന്ന് പറഞ്ഞാൽ ആ പേര് പറഞ്ഞതുപോലെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. അപ്പം നമ്മൾ കൊടുക്കുന്ന ആഡുകളുടെ, നമ്മൾ കൊടുക്കുന്ന ക്രിയേറ്റീവ്സിൻ്റെ, നമ്മളുടെ ലാൻഡിങ് പേജ്, അതായത് നമ്മുടെ ആഡ് കണ്ട് ഒരാൾ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് അയാളിപ്പോൾ കയറില്ലേ, അത് ഞാൻ നേരത്തെ കാണിച്ചത് പോലെ വീഗാലാൻഡിൻ്റെ ആഡായിരുന്നു നമ്മൾ കണ്ടത്. അവിടെ ഇപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്നത് ഏതാ, വീഗാലാൻഡിൻ്റെ ഒരു ലാൻഡിങ് പേജാണ്, അതായത് അവരുടെ ഒരു വെബ്സൈറ്റിലായിരിക്കും. അപ്പോൾ അങ്ങനെ വെബ്സൈറ്റിലൂടെ കയറുമ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് മീൻസ് ആ ലാൻഡിങ് പേജ് എത്രത്തോളം വൃത്തിയിലുണ്ട്, അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു പേജിൽ കയറി അത് അധികം സ്പീഡില്ല, അത് ക്ലിക്ക് ചെയ്തിട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് അത് ലോഡ് ആവുന്നത്, നമുക്ക് ഭ്രാന്ത് പിടിക്കും അല്ലേ. നമ്മളിത് എക്സിറ്റ് ചെയ്തിട്ട് നമ്മൾ വേറെ വെബ്സൈറ്റിലോട്ടേക്കായിരിക്കും കയറാൻ വേണ്ടി നോക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, സ്പീഡൊക്കെ ഓക്കെയാണ്, നമ്മൾ വെബ്സൈറ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷേ അവിടെ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല നമ്മളവിടെ കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കുറേ ബട്ടൺസും കുറേ കണ്ടൻറ്റുകളൊക്കെയാണ്. അതേപോലെ നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റ് അല്ല അതിലുള്ളതെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണ്, നമുക്ക് ഇറിറ്റേഷൻ ആവും, നമ്മളത് എക്സിറ്റ് ചെയ്തിട്ട് വേറൊരു ഓപ്ഷനിലോട്ടേക്ക് പോകും അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വാളിറ്റി സ്കോറിൽ.
നിങ്ങളുടെ ലാൻഡിംഗ് പേജ് എത്രത്തോളം റെലവെൻ്റ് ആണ് നിങ്ങളുടെ കണ്ടൻറ്റുമായിട്ട്, അതായത് നിങ്ങൾ കൊടുത്ത കീവേഡ്സ്, ആൾക്കാർ എന്താണോ സെർച്ച് ചെയ്തത് അത് എക്സാക്ട്ലി സെയിം രീതിയിൽ തന്നെ റെലവെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ആണോ നമ്മുടെ ലാൻഡിംഗ് പേജിൽ കൊടുത്തത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും ക്വാളിറ്റി സ്കോറിൻ്റെ ഒരു കാര്യമാണ്. പിന്നെന്താണ്, എത്രത്തോളം ക്ലിക്ക് നിങ്ങളുടെ ആഡിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഓഡിയൻസ് സൈസ് എന്താണ്, ആ ഓഡിയൻസ് സൈസിലോട്ടേക്ക് നിങ്ങളുടെ ആഡ് പോകുന്ന സമയത്ത് എത്രത്തോളം ക്ലിക്കുകൾ അവിടെ വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ ഹെഡ്ലൈൻ പ്രോപ്പർ ആണോ, നിങ്ങളുടെ ആഡ് ക്രിയേറ്റീവ്സ് പ്രോപ്പർ ആണോ, നിങ്ങളുടെ ബഡ്ജറ്റ് പ്രോപ്പർ, ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതിന് എത്രത്തോളം ക്ലിക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗൂഗിൾ, നമ്മുടെ സെർച്ച് എഞ്ചിൻ ഒന്ന് ഡേറ്റ എടുത്ത് നോക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പാണ് അല്ലേ, പുതിയതായിട്ട് ആദ്യമായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യമായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് മുമ്പ് ചെയ്ത വേറെ ഒരുപാട് ഡേറ്റാസ്, വേറെ ആൾക്കാർ ചെയ്ത ഒരുപാട് ഡേറ്റാസ് ഓൾറെഡി നമ്മളുടെ എന്താ പറയുക ഗൂഗിളിൻ്റെ കയ്യിലുണ്ടാവും അല്ലേ. അപ്പോൾ അവർ പ്രെഡിക്റ്റ് ചെയ്യും, ഓക്കെ ഈ കീവേഡ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ടോ, ആൾക്കാർ ഇത് സെർച്ച് ചെയ്യുന്ന സംഭവങ്ങളാണോ എന്നുള്ളത് ഇവർ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഓക്കെ മേ ബി ഇതിന് ക്ലിക്കുകൾ കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രഡിക്ഷൻ കൂടി അവിടെ നടക്കുന്നുണ്ട്. ഇനി അതല്ല, ഓൾറെഡി നിങ്ങൾ ആഡുകളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഗൂഗിളിൻ്റെ അടുത്ത് നിങ്ങളുടെ ഡേറ്റ ഉണ്ടാവും. കാരണം നിങ്ങൾ മുമ്പേ ആഡുകൾ റൺ ചെയ്തിട്ടുണ്ട്, ഇത്ര ആൾക്കാരുടെ അടുത്ത് അത് പോയിട്ടുണ്ട്, ഇത്ര ആൾക്കാർ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡേറ്റ ഒക്കെ അതും സെർച്ച് എഞ്ചിൻ ഉണ്ടാവും. സോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കൊരു സ്കോർ അവർ നിശ്ചയിക്കുന്നത്. ദാറ്റ് ഈസ് 1 to 10 എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അപ്പം ഹയർ ദാൻ 6, എബവ് 6 അല്ലെങ്കിൽ എബവ് 5 ആണ് നല്ല എന്താ പറയുക ക്വാളിറ്റി സ്കോർ എന്ന് പറയുന്നത്. ബിലോ 5 ഒക്കെ ലൈക്ക് ബിലോ ക്വാളിറ്റി സ്കോറാണ്. അപ്പോൾ അതെന്താണ്, നമ്മൾ അതിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഗൂഗിൾ എന്ത് ചെയ്യുന്നത്, ഒരു ആഡ് റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ ആഡ് റാങ്കിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, അതായത് ബിഡിങ് നോക്കും, നിങ്ങൾ എത്രത്തോളം പൈസ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം നിങ്ങൾ സെർച്ച് എഞ്ചിൻ നോക്കും. പിന്നെ എന്താണ് നോക്കുന്നത്, ക്വാളിറ്റി സ്കോർ. ക്വാളിറ്റി സ്കോറിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഒന്ന് നിങ്ങളുടെ ആഡിന് എത്രത്തോളം ക്ലിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്, ദാറ്റ് ഈസ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെക്റ്റഡ് CTR എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ്, എത്രത്തോളം റെലവെൻ്റ് ആണ് നിങ്ങളുടെ കണ്ടന്റ്, ആൾക്കാർ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതേ കണ്ടന്റ് തന്നെയാണോ നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത്, റെലവെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണോ നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലാൻഡിംഗ് പേജിൻ്റെ എക്സ്പീരിയൻസ്, ഇവർ വന്ന് ക്ലിക്ക് ചെയ്ത് കയറുന്ന പേജിൻ്റെ എക്സ്പീരിയൻസ് എത്രത്തോളം അവർക്ക് നല്ലതാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ആഡ് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ രീതിയിലാണ് നിങ്ങളുടെ ആഡ് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഏറ്റവും ലാസ്റ്റ് ആണോ എന്നുള്ളതൊക്കെ കാണിക്കേണ്ടത് എന്നുള്ളത് ആര് നിശ്ചയിക്കുന്നത്, നമ്മുടെ സെർച്ച് എഞ്ചിൻ, അതായത് നമ്മളുടെ ഗൂഗിള് നിശ്ചയിക്കുന്നത്. ഓക്കെ, സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെയാണ് നമ്മൾ എന്തെല്ലാം ടൈപ്പ് ഓഫ് ആഡുകൾ നമുക്ക് റൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം തന്നെ ഒരു ഗൂഗിൾ ആഡ് അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അടുത്തൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവണം. ഓക്കെ, സോ ബേസിക്കലി ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കാണിച്ചത് പോലെ തന്നെ സെർച്ച് എഞ്ചിനിൽ മാത്രം സ്പോൺസർഡ് ആഡുകൾ റൺ ചെയ്യുന്നതല്ല. അതായത് ഇപ്പം ഇവിടെ നമ്മൾ സെർച്ച് എഞ്ചിനിലാണ് നമ്മൾ എന്ത് കണ്ടത്, സ്പോൺസർഡ് ആഡ് കണ്ടത്. പക്ഷേ ഗൂഗിൾ ആഡ്സ് സെർച്ച് എഞ്ചിനിൽ മാത്രമല്ല, ഗൂഗിളിൻ്റെ എല്ലാ പ്രോഡക്ട്സിലും ഗൂഗിളിൻ്റെ പാർട്ട്ണർ സൈറ്റ്സിലും ആപ്പുകളിലൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾക്ക് ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഗൂഗിളിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറയുമ്പം അതിൽ എന്തെല്ലാം ഇൻക്ലൂഡ് ആവും, നമ്മുടെ സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വരുന്നുണ്ട്, പിന്നെ എന്താണ് നമ്മൾ വരുന്നത്, യൂട്യൂബ് വരുന്നുണ്ട്, ജിമെയിൽ വരുന്നുണ്ട്, പ്ലേ സ്റ്റോർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ പാർട്ട്ണർ സൈറ്റ്സ്, അതായത് ഗൂഗിളായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഗൂഗിളായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചില വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചിലപ്പം സ്പോൺസേഡ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഇതിൻ്റെ ആഡുകൾ നിങ്ങൾക്ക് കാണാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേ ആഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സസിൽ നമുക്ക് നോക്കാം. അപ്പം ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ന്യൂസ് ചാനൽ എടുത്തു. ഓക്കെ, CNN ന്യൂസ് ചാനൽ ഞാൻ എടുത്തു. ഇവിടെ ചാനൽ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, അഡ്വർടൈസ്മെൻറ്റ്. ഇത് എന്താ പറയുക, CNN അഡ്വർടൈസ്മെൻ്റ് ആണോ? അല്ല, റേഞ്ച് റോവറിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, ഇത് ലോഡ് ആവുന്നില്ല. അങ്ങനെ
ഇവിടെ വേറെ ഒരു ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ബേസിക്കലി ഇവരുടെ ചാനലിൽ വന്നിട്ടുണ്ട് അല്ലേ, അതായത് ഇവിടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അല്ലേ. സോ ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ആഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇതെപ്പോഴും എന്താണ് നമ്മുടെ ഗൂഗിളായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ഈ പറഞ്ഞതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്കിപ്പം ഇപ്പം നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് നിങ്ങൾക്ക് വേറെ ബ്രാൻഡുകളുടെ ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ അതോറിറ്റി അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ ഒരു വാല്യൂവിനെ നിങ്ങൾ നശിപ്പിക്കുന്നത് പോലെയാണ് അല്ലേ. പക്ഷേ നമ്മൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്ലോഗർ സൈറ്റുകൾ ഉണ്ടാക്കാം. അതായത് ബേസിക്കലി ബ്ലോഗർ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾക്കാർ കൂടുതലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സൈറ്റ്. അപ്പം ഇപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു കുക്കിംഗ് സൈറ്റിൽ കുക്കിംഗ് റെസിപ്പി എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓഫ് കോഴ്സ് ഇവിടെ ഷോർട്ട് വീഡിയോസ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ howtocook.recipes എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. ഇതിൽ ഞാൻ കയറി നോക്കാം. ഇതിൽ നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും ആഡുകൾ ഉണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. സോ ഇവിടെ ഒരുപാട് ഇവരുടെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട്. ഇത് ലോഡ് ആവുന്നില്ല, ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. സോ അതെന്താണ്, അത് ഈ കുക്കിംഗ് റെസിപ്പി ആയിട്ട് റിലേറ്റഡ് ആണോ? വീണ്ടും ഇതാ അഡോബിൻ്റെ തന്നെ ആഡ് ഉണ്ട്. അപ്പം ഇതെന്താണ്, ഇത് ആക്ച്വലി ബ്ലോഗേഴ്സ് ആയിട്ടാണ്. അപ്പം ഇവിടെ വരുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ റെസിപ്പീസ് അറിയാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് അല്ലേ. കുക്കിംഗ് റെസിപ്പീസ് അറിയാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ. ഇതാ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും ആഡ് കണ്ടില്ലേ, റെസിപ്പീസ് അറിയാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അപ്പം അവിടെ വേറെ ഏത് ബ്രാൻഡിൻ്റെ ആഡുകൾ വരുമ്പോഴും അവർക്ക് പ്രശ്നമില്ല. ആൻഡ് വൺ മോർ തിങ്, ഇങ്ങനത്തെ വെബ്സൈറ്റുകൾ ആഡുകൾ വരുമ്പം ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ വെബ്സൈറ്റിൻ്റെ ഓണേഴ്സിന് പൈസ കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ബേസിക്കലി യൂട്യൂബിൽ നമ്മൾ പറയണ്ടല്ലോ, യൂട്യൂബിൽ നമ്മൾ വീഡിയോസിൻ്റെ ഇടയ്ക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് കാണുമ്പോൾ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അല്ലേ, ആ കോണ്ടന്റ് ക്രിയേറ്ററിന് പൈസ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്കൊരു ബ്ലോഗർ സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾക്ക് നമ്മുടെ ഗൂഗിളായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേറെ ബ്രാൻഡുകൾ വന്നിട്ട് പരസ്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ആക്ച്വലി പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, സോ ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, നമുക്ക് അത് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. സോ ഇവിടെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേ ആഡ് എന്ന് പറയുന്നത്. അതായത് വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ പരസ്യങ്ങൾ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേ ആഡ് അഥവാ ബാനർ ആഡ് എന്നും കൂടി നമ്മൾ പറയും. കാരണം അതൊരു ബാനറാണ്, അത് ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽ എലമെൻറ്റ്സ് അതിലുണ്ട്. സോ അതുകൊണ്ടാണ് അതിനെ ബാനർ ആഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെല്ലാം എന്താണ് നമ്മുടെ ഗൂഗിൾ ആഡിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് എന്താ ചെയ്യുന്നത്, നമ്മളൊരു ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സോ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലൊരു അക്കൗണ്ട് ഉണ്ടാവണം. ഗൂഗിൾ ആഡ് അക്കൗണ്ട് ആദ്യം ഉണ്ടാക്കുക. ഗൂഗിൾ ആഡ് അക്കൗണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്കിവിടെ ഡയറക്റ്റ് പോയിട്ട് ഗൂഗിൾ ആഡ്സ് ലോഗിൻ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ് അക്കൗണ്ട് എന്നൊക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ തന്നെ ഗൂഗിൾ ആഡിൻ്റെ തന്നെ സ്പോൺസർഡ് ആഡ് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ആഡിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറാം. ആൻഡ് ഗൂഗിൾ ആഡിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂ ഗൂഗിൾ അക്കൗണ്ട് ഇപ്പം ഉണ്ടാക്കാം. ഓക്കെ, സോ ഞാൻ ഡയറക്റ്റ് ഗൂഗിൾ ആഡിൻ്റെ അക്കൗണ്ടിൽ വന്നു. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം ഒരു ലോഗിൻ പേജ് അവരുടെ വെബ്സൈറ്റിലോട്ടേക്കായിരിക്കും നിങ്ങൾ ഡയറക്റ്റ് റീഡയറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് അവിടെ ഇപ്പം ഓൾറെഡി എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായത് കൊണ്ടാണ് ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് സൈൻ ഇൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾ സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റാർട്ട് ന്യൂ കൊടുക്കുക. സ്റ്റാർട്ട് ന്യൂ കൊടുക്കുമ്പം അവിടെ മേ ബി വേറൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചാൻസ് ഉണ്ട്. 20,000 40,000 60,000 ഒക്കെ ക്രെഡിറ്റുകൾ. അത് ബേസിക്കലി ഒരു പുതിയ അക്കൗണ്ടിന് നമ്മുടെ ഗൂഗിളിൽ തന്നെ കൊടുക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ഇത്ര പൈസ നിങ്ങൾ ആഡ് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസ നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടും എന്നുള്ളത്. അപ്പം അത് നമ്മൾ ടിക്കറ്റ് കൊടുത്തിപ്പോൾ 20,000 നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നെങ്കിൽ നമുക്ക് എന്താണ് ഒരു മാസത്തിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞ് ഇത്ര സമയം ഉണ്ടാവും. ആ സമയപരിധിൻ്റെ ഉള്ളിൽ നിങ്ങൾ അത്രയും ബഡ്ജറ്റിന് ആഡുകൾ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞിരിക്കുന്ന 20,000 രൂപ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും. അതായത് നിങ്ങൾക്ക് പൈസ ആയിട്ട് ക്രെഡിറ്റ് ആവുന്നല്ല, നിങ്ങളുടെ ആഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ക്യാമ്പയിൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കാം. ആൻഡ് ദെൻ അവിടെ സ്റ്റാർട്ട് ന്യൂ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ന്യൂ ഗൂഗിൾ ആഡ് അക്കൗണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ബാക്കിയുള്ള നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ബിസിനസ് നെയിം കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ട്രയലിന് കൊടുക്കുകയാണ്. പിന്നെന്താണ്,
നമ്മളുടെ ആഡ് വന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടേക്കാണ് നമ്മളുടെ ഓഡിയൻസിനെ എത്തിക്കേണ്ടത്, ലാൻഡ് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേർ ഷുഡ് പീപ്പിൾ ഗോ ആഫ്റ്റർ ക്ലിക്കിംഗ് യുവർ ആഡ്. നിങ്ങളുടെ വെബ്സൈറ്റിലാണോ, നിങ്ങളുടെ അത് അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ കോൾ ചെയ്യാണോ വേണ്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പിലോട്ടേക്കാണോ, എന്താണോ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് വെബ്സൈറ്റാണ് കൊടുക്കുന്നത്. ഞാനിപ്പം എൻട്രി ആപ്പിനെ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഞാൻ നെക്സ്റ്റ് അടിച്ചു. ഓക്കെ, സോ ഞാൻ എന്നിട്ട് എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തു. സോ ഇവിടെ ഓട്ടോമാറ്റിക്കലി അവരത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ വെബ്സൈറ്റിൽ കയറി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ എന്തെല്ലാം റെലവൻ്റ് ആയിട്ടുള്ള പേജസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതും അവർ ഫെച്ച് ചെയ്ത്. ഇതൊക്കെ ബേസിക്കലി AI വെച്ചിട്ട് നമ്മളുടെ ഗൂഗിൾ ആഡ്സിൽ നമുക്ക് AI വെച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടി, അതായത് ക്യാമ്പയിൻസ് റൺ ചെയ്യണമെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ നിന്നും അതേപോലെ തന്നെ നമ്മുടെ റെലവൻ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പേജസിനൊക്കെ ഇവർക്ക് ഇമേജസും കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഈ എൻട്രി ആപ്പ്, ലിങ്ക്ഡിൻ, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതെല്ലാം അവർ ഡേറ്റാസ് അവർ ഫെച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്നൊക്കെ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമേജസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആഡിന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ അവരതൊക്കെ എടുക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇതിൽ നിന്നും നമുക്ക് ഇപ്പം അവർ ഇമേജസ് എടുക്കണ്ട എന്നാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ അൺടിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആൻഡ് ദെൻ ജസ്റ്റ് ഞാൻ നെക്സ്റ്റ് അടിക്കുകയാണ്. പിന്നെ ഇത് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ ഗൂഗിൾ ആഡ്സിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഗൂഗിൾ പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിലും നമുക്ക് ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ചെയ്യാം, മൊബൈൽ ആപ്പ് ലിങ്ക് ചെയ്യാം, ബിസിനസ് പ്രൊഫൈൽ, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ, അതായത് മാപ്പിൽ നമുക്ക് ലോക്കൽ സ്റ്റോഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നമ്മളുടെ ബിസിനസ്സിനെ ലിസ്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് നമുക്ക് ലൊക്കേഷൻ ആഡുകളൊക്കെ നമുക്ക് റൺ ചെയ്യാം. അതായത് കൂടുതൽ ആൾക്കാർ ആഡ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഡയറക്ഷൻ, അതായത് ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ഇതൊക്കെ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ജസ്റ്റ് സ്കിപ്പ് അടിക്കുകയാണ്, കാരണം നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നല്ലേ. ഈ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് അടിക്കുകയാണ്, കാരണം നമുക്കിപ്പോൾ ക്യാമ്പയിൻസ് റൺ ചെയ്യേണ്ട. നമുക്കിപ്പോൾ എന്താ വേണ്ടത്, നമ്മൾ ആഡ് അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്കിപ്പ് അടിക്കുക, ലീവ് ക്യാമ്പയിൻ ക്രിയേഷൻ, കാരണം നമുക്ക് ക്യാമ്പയിൻ അല്ല ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് അടുത്തതാണ് എന്താണ്, കൺഫേം യുവർ അക്കൗണ്ട് സെറ്റിങ്സ്. ബാക്കിയുള്ള നമ്മളുടെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതായത് നമ്മളിപ്പം ഇന്ത്യയിൽ നിന്നാണ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇന്ത്യ തന്നെയാണ് നമ്മുടെ കൺട്രി കൊടുക്കേണ്ടത്. പിന്നെ ടൈം സോൺ കൊടുക്കുക, ഇന്ത്യയിലെ ടൈം സോൺ കൊടുക്കുക. പിന്നെ കറൻസി ഓഫ് കോഴ്സ് എന്താണ് എന്നുള്ളത് നമ്മുടെ കൺട്രിയിലെ കറൻസി തന്നെ നമുക്ക് കൊടുക്കാം. കണ്ടിന്യൂ. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഓഫർ കോഡ് ഇല്ലല്ലോ, അപ്പോൾ ഓഫർ കോഡിൽ അത് വിട്ടേക്കാം. പിന്നെ പേയ്മെൻറ്റ് പ്രൊഫൈൽസ് ഉണ്ട്, ക്രിയേറ്റ് ന്യൂ പേയ്മെൻറ്റ് പ്രൊഫൈൽ. അപ്പം ഇവിടെ നമ്മളുടെ ഓർഗനൈസേഷൻ, ഇപ്പം നമ്മളൊരു ഓർഗനൈസേഷൻ ആണോ, നമ്മളൊരു ഇൻഡിവിജ്വൽ, അതായത് നമ്മൾ ഇൻഡിവിജ്വൽ പേഴ്സണായിട്ട് നമ്മളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കാം. പിന്നെ അതിൻ്റെ ഓർഗനൈസേഷൻ്റെ നെയിം, അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പം എല്ലാം ഡമ്മി കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഞാനത് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താണ് പേയ്മെൻറ്റ് മെത്തേഡ്. സോ ഈ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് കാണുന്നുണ്ട്. ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ്, ഓഫ് കോഴ്സ് അത് കൊടുക്കുന്ന തന്നെയാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന തന്നെയാണ് നല്ലത്. പക്ഷേ നമുക്കിപ്പം ഫോർ ദ ടൈം ബീങ് നമുക്കിപ്പോൾ ജസ്റ്റ് നെറ്റ് ബാങ്കിങ്ങിൽ നമുക്ക് കൊടുക്കാം. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നെറ്റ് ബാങ്കിങ് കൊടുത്തു. പിന്നെന്താണ്, ഐ എഗ്രി കൊടുത്തു. ആഡ് മാനുവൽ പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. അതായത് എത്ര എമൗണ്ട് പ്രീപേ ആയിട്ട് എനിക്ക് അതിലിട്ട് വെക്കാം. അതിലിപ്പോൾ ഞാനൊരു 500 ഇട്ട് വെക്കുവാണെങ്കിൽ 500 എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ടാവും. ആ 500 വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ക്യാമ്പയിൻസ് റൺ ചെയ്യാം. സോ ഞാൻ ഇത് പ്രീപേ അക്കൗണ്ടാണ്, ദാറ്റ് ഈസ് മാനുവൽ, എന്താ പറയുക, മാനുവൽ പേയ്മെൻ്റ് ആണ് അത് വരുന്നത്. അതായത് ഈ പൈസ തീരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് വീണ്ടും നിറച്ചുകൊണ്ടേ ഇരിക്കണം, അക്കൗണ്ടിൽ പൈസ ഇട്ടുകൊണ്ടേ ഇരിക്കണം. സോ അതാണ് മാനുവൽ പേയ്മെൻറ്റ് മെത്തേഡ്. ആൻഡ് അത് ഞാൻ കൊടുത്തു. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ആൾക്കാർ തന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അതായത് നിങ്ങൾ എന്തെങ്കിലും ക്യാമ്പയിൻസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസ് തരണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഒരു ഗൈഡൻസിൻ്റെ ഒരു കോളോ അല്ലെങ്കിൽ ഒരു മീറ്റോ നിങ്ങൾക്ക് അതിന് സെറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും.
ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നും ചെയ്ത് പഠിക്കുമ്പോഴും അതേപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക, തെറ്റാ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. എന്തെങ്കിലും ഒരു എറർ വരുന്ന സമയത്ത് നമ്മൾ തന്നെ അതിനൊരു വേ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. അല്ലെങ്കിൽ എപ്പോഴും ഒരു സംഭവം ഒരാൾ പറഞ്ഞു തരുമ്പം നമ്മൾ തല വർക്ക് ചെയ്യിപ്പിക്കില്ല, നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കില്ല, നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വന്തം എല്ലാ കാര്യങ്ങളും നോക്കുന്നത് തന്നെയാണ് നല്ലത്. ഫോർ ദ ടൈം ബീങ് ഞാനിപ്പോൾ ഇവിടെ നോ കൊടുക്കുകയാണ്. ഇപ്പോൾ അതല്ല, നിങ്ങൾ ഗൈഡൻസ് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കിത് യെസ് കൊടുക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഞാൻ സബ്മിറ്റ് അടിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഇപ്പം എന്തായിട്ടുണ്ട്, ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്തോ എറർ വന്ന് ഒന്നും കൂടി സബ്മിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സോ യുവർ അക്കൗണ്ട് ഈസ് ഓൾറെഡി ആക്ടിവേറ്റഡ്. ഇപ്പം എന്തായി, എനിക്ക് അക്കൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഡയറക്റ്റ് എന്താണ് കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ, പിന്നെ ഇവിടെ എന്താണ്, ഞാനിപ്പം ഓർഗനൈസേഷൻ ആയിരുന്നല്ലോ കൊടുത്തത്, അതുകൊണ്ടാണ് യൂസ് യുവർ ഓർഗനൈസേഷൻ ആൻഡ് അഡ്വർടൈസിങ് ഏജൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക, എൻ്റെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ആർക്കാണോ മൈ ഏജൻസി, ക്ലയൻറ്റ്, ഇപ്പം ഏജൻസി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നുള്ള കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ആൻഡ് സേവ് ആൻഡ് കണ്ടിന്യൂ ഞാൻ കൊടുത്തു. ആൻഡ് ഹിയർ ഐ ആം. ഇപ്പോൾ അതെന്തായിട്ടുണ്ട്, ഞാൻ എൻ്റെ ഗൂഗിൾ ആഡ് അക്കൗണ്ടിൻ്റെ ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളുടെ ക്യാമ്പയിൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാനിപ്പോൾ സ്കിപ്പ് കൊടുത്തു. അതാ ഇവിടെ നമ്മൾക്ക് എപ്പോഴും രണ്ട് തരത്തിൽ നമ്മൾക്ക് എന്തുണ്ട്, നമ്മൾക്ക് ആഡുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഗൂഗിൾ ആഡ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ നമ്മളടുത്തൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിനെ നമ്മൾ എക്സ്പ്രസ് മോഡ് എന്നാണ് പറയുക. അതായത് നമ്മൾ ഡയറക്റ്റ് വളരെ എന്താ പറയുക, ഒരു സ്മോൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വളരെ മിനിമലായിട്ട് നമ്മൾ അധികം കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് വളരെ മിനിമലായിട്ട് ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് കൂടുതൽ കോൾസ് കിട്ടാൻ, കൂടുതൽ എന്താ പറയുക ലോക്കൽ സ്റ്റോർ വിസിറ്റ്സ് കിട്ടാൻ, വെബ്സൈറ്റ് ട്രാഫിക് കിട്ടാൻ, യൂട്യൂബ് വ്യൂസ് കിട്ടാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു എക്സ്പ്രസ് മോഡ് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് നമ്മൾ എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളുടെ ആഡുകളും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമ്മളുടെ ബിസിനസ് ഒബ്ജക്റ്റീവിന് അടിസ്ഥാനത്തിൽ നമ്മൾ പ്രീവിയസ്ലി കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് ക്യാമ്പയിൻസ് ഒക്കെ റൺ ചെയ്ത് നമ്മൾക്ക് പ്രീവിയസ്ലി കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ ഡേറ്റാസ് ഒക്കെ വെച്ചിട്ട് പിന്നെന്താണ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ആഡുകൾ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡാഷ്ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഇതിനെയാണ് നമ്മൾ എക്സ്പേർട്ട് മോഡ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം ചൂസ് യുവർ ഒബ്ജക്റ്റീവ് അല്ലേ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് എന്താണ് വേണ്ടുന്നത്, നിങ്ങൾക്ക് സെയിൽസ് ആണോ വേണ്ടുന്നത്, നിങ്ങൾക്ക് ലീഡ്സ് ആണോ വേണ്ടുന്നത്, വെബ്സൈറ്റ് ട്രാഫിക് ആണോ, ആപ്പ് പ്രൊമോഷൻ ആണോ, അവയർനെസ് ആണോ, ലോക്കൽ സ്റ്റോർ വിസിറ്റ് ആണോ, ആൻഡ് ഇതൊന്നും അല്ലാണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് ആഡിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ 7 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുക. അഫ്കോഴ്സ് സെയിൽസ് ആണെങ്കിൽ എന്താണ് കൂടുതലും ഡയറക്റ്റ് ആൾക്കാർ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്താ പറയുക പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ ഒരു സംഭവം ഒരു കൺവേർഷൻ ഡയറക്റ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ സെയിൽസ് യൂസ് ചെയ്യുന്നത്. ലീഡ്സ് എന്ന് പറയുമ്പം എന്താ ഡേറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ അതായത് നിങ്ങൾ ഡേറ്റ എടുക്കുന്നു, ആ ഡേറ്റ് നിങ്ങൾ സെയിൽസ് ടീമിന് കൊടുക്കുന്നു, സെയിൽസ് ടീം അത് കോൾ ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അതാണ് നമ്മൾ എന്ത് പറയുന്നത് ലീഡ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ബേസിക്കലി ഡേറ്റ കളക്ട് ചെയ്യുക, ആൾക്കാരുടെ ഫോൺ നമ്പേഴ്സും ഇമെയിൽ IDs ഒക്കെ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ലീഡ്സ് പറയുന്നത്. വെബ്സൈറ്റ് ട്രാഫിക് ആകുമ്പോൾ എന്താ കൂടുതൽ ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റിലോട്ട് എന്താ പറയുക എൻഗേജ് ചെയ്യിപ്പിക്കുക. അതായത് എൻ്റെ വെബ്സൈറ്റിലോട്ട് കയറിയിട്ട് മേ ബി അവിടെ നിന്നൊരു ബ്ലോഗ് വായിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്നൊരു ലീഡ് ഫോം സബ്മിറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് കൂടുതൽ സമയം നമ്മുടെ വെബ്സൈറ്റിൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുമ്പം ആ ആളുടെ ബിഹേവിയർ നമുക്ക് മനസ്സിലാവും. അതായത് ആ വെബ്സൈറ്റിൽ എന്തിനാണ് കൂടുതൽ ക്ലിക്ക് കിട്ടുന്നത്, ഏത് പേജിലാണ് കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ്, എൻ്റെ ഗോളെങ്കിൽ നമുക്ക് അതിലോട്ടേക്ക് വെബ്സൈറ്റ് ട്രാഫിക് നമുക്ക് കൊടുക്കാം. പിന്നെ ആപ്പ് പ്രൊമോഷൻ, ഓഫ് കോഴ്സ് ആപ്പുകൾ നിങ്ങൾക്ക് ഒരു ആപ്പ് ഉണ്ടെങ്കിൽ അതിനെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൽ എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കിപ്പിക്കാനോ ഒക്കെ നമുക്ക് ആപ്പ് പ്രൊമോഷൻ യൂസ് ചെയ്യാം. അവയർനെസ് ആൻഡ് കൺസിഡറേഷൻ,
ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റേജാണ് ഫണലിൻ്റെ. അതായത് നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ, അറിയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവയർനെസ് അല്ലെങ്കിൽ കൺസിഡറേഷൻ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെന്താണ്, ലോക്കൽ സ്റ്റോർ വിസിറ്റ്സ്. കൂടുതൽ ആൾക്കാർ നമ്മുടെ സ്റ്റോറിലോട്ടേക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ലോക്കൽ സ്റ്റോർ വിസിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾക്ക് എടുക്കാം. ആൻഡ് ഇതിനു മുമ്പ് അപ്പം ഇത്രയും ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ് അക്കൗണ്ടിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ഒരു 3 ലെവൽ സ്ട്രക്ചറിലാണ് നമ്മളുടെ ഗൂഗിൾ ആഡ് അക്കൗണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഉള്ളത്. ആദ്യത്തെ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പയിൻ ലെവൽ, പിന്നെ ഒരു ആഡ് ഗ്രൂപ്പ് ലെവൽ, പിന്നെ ഒരു ആഡ് ലെവൽ. സോ അടുത്തത് നമ്മൾ പറയുന്നത് ആഡ് ഗ്രൂപ്പ് ലെവലാണ്. ഓക്കെ, സോ ആഡ് ഗ്രൂപ്പ് ലെവൽ എന്ന് പറയുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ക്യാമ്പയിൻ ലെവലിൽ ഞാൻ ആദ്യത്തെ ക്യാമ്പയിൻ റൺ ചെയ്യുന്നത് ഇപ്പം എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ 3 തരത്തിലുള്ള കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് അഡ്വാൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, AI ഇൻറ്റിഗ്രേറ്റഡ് അഡ്വാൻസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. രണ്ടാമത്തത് ബേസിക് ലെവൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആൻഡ് മൂന്നാമത്തത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിന് മാത്രമായിട്ടുള്ള ഒരു കോഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അഡ്വാൻസ്ഡ് പഠിക്കാൻ വരുന്ന ഒരാളും ബേസിക് പഠിക്കാൻ വേണ്ടി വരുന്ന ആളും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രം പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരും ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒറ്റ ക്യാമ്പയിനിൽ ഒരു ആഡ് ഗ്രൂപ്പിൽ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എനിക്ക് ക്വാളിറ്റി ലീഡ്സും കൺവേർഷൻസും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഡിഫറെൻ്റ് ഓഡിയൻസ് ആണ്, അവരുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താ പറയുക, അവിടെ വരുന്ന റിസൾട്ടുകളും ഡിഫറെൻറ്റ് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവരെല്ലാം സെഗ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഒരു സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ AI ഇൻറ്റിഗ്രേറ്റഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ കൊടുക്കുന്നതായിരിക്കും. രണ്ടാമത്തത് ബേസിക് ആയിരിക്കും. മൂന്നാമത്തത് സോഷ്യൽ മീഡിയ ആയിരിക്കും. ഇപ്പം അഡ്വാൻസ്ഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പ്രൊഫഷണൽസ് ആയിരിക്കും, ഓൾറെഡി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും, ഓൺട്രപ്രനേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ്, ഇവരൊക്കെ തന്നെ മേ ബി അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ബേസിക് എന്ന് പറയുമ്പം ഒരു കരിയർ ചേഞ്ച് നോക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ജോബ് നോക്കുന്ന ആൾക്കാർ, വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അതിനൊന്ന് ഓൺലൈൻ ത്രൂ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ തന്നെയായിരിക്കും. പിന്നെ എന്താണ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങോ ആ ഒരു നീഷിനോട് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവിടെ അവർ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും ഡിഫറെൻറ്റാണ് അല്ലേ, അവർ സെർച്ച് ചെയ്യുന്ന കീവേഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ താല്പര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നും ഡിവൈഡ് ചെയ്ത് സെഗ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. ആൻഡ് അതാണ് നമ്മൾ ആഡ് ഗ്രൂപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു ക്യാമ്പയിന് നമ്മൾ എന്താ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ആഡ് ഗ്രൂപ്പ്സ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതായത് മൾട്ടിപ്പിൾ ആഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പം ABC നമുക്കതിന് പേര് കൊടുക്കാം. ഇപ്പം ഇൻറ്റിഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റ്, AI ഇൻറ്റിഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതേ സാധനം തന്നെ നമ്മൾ അടുത്തത് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിഫറെൻറ്റ് ആഡ്. അതായത് അടുത്തത് നമ്മൾ ആഡ് റൺ ചെയ്യാണ്. അതായത് നമുക്കിതിൽ ഇനി ക്രിയേറ്റീവ്സ് വേണം, ഹെഡ്ലൈൻസ് വേണം, വീഡിയോസ് വേണം, അങ്ങനെ ഒരു ആൾക്കാരെ വന്ന് ക്ലിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൽ കൊടുക്കണം. ആൻഡ് അതിനെയാണ് നമ്മൾ ആഡ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കീവേഡ്സ് ആദ്യം തന്നെ നമ്മൾ ചൂസ് ചെയ്ത് വെക്കണം. അതായത് കീവേഡ്സ് എന്ന് പറയുമ്പം ആൾക്കാർ എന്താണോ വന്ന് ടൈപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത്, ആൾക്കാരുടെ ആവശ്യം എന്താണോ അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. ആ കീവേഡ്സിനോട് അലൈൻഡ് ആയിട്ടുള്ള ആഡുകളായിരിക്കണം നമ്മൾ റൺ ചെയ്യേണ്ടത്. അപ്പം നിങ്ങളൊരു ഗൂഗിൾ അക്കൗണ്ട് നമ്മളിപ്പം ആഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഹെഡ്ലൈൻസ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അതിലെല്ലാം തന്നെ നമ്മളുടെ കീവേഡ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റണം. സോ അതാണ് മൂന്നാമത്തെ ലെവൽ, ആഡുകൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾക്ക് എന്താണ്, മൾട്ടിപ്പിൾ ആഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ആഡ് ഗ്രൂപ്പിൽ ആഡ് A, ആഡ് B എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മൾട്ടിപ്പിൾ സെറ്റ് ചെയ്യാം. കാരണം നമ്മൾക്ക് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഏതാണ് കൂടുതൽ വർക്ക് ആവുന്നത്, എങ്ങനത്തെ ആഡുകൾക്കാണ് കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ക്യാമ്പയിൻസിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ചേഞ്ച് ചെയ്ത് ബെറ്റർ ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഇതാണ് ഈ 3 ലെവൽസ്, ക്യാമ്പയിൻ ലെവൽ, ആഡ് ഗ്രൂപ്പ് ലെവൽ ആൻഡ് ആഡ് ലെവൽ. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളൊരു ഡിഫറെൻറ്റ് ക്യാമ്പയിൻ ടൈപ്സ് എന്തൊക്കെയാണ് നോക്കുകയാണ്. ആൻഡ് അതിന് അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓരോരോ ക്യാമ്പയിൻസ് നമ്മൾ റൺ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഒരു സെർച്ച് ആഡ് നമ്മൾ ലൈവായിട്ട് ഇപ്പം റൺ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, സോ നമുക്ക് അതിലോട്ടേക്ക് പോവാം.
ഓക്കെ, സോ നമ്മൾ മുമ്പ് തന്നെ ഒരുപാട് ഒബ്ജക്റ്റീവ്സിൻ്റെ കേസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിൽസ്, ലീഡ്സ്, വെബ്സൈറ്റ് ട്രാഫിക്, ആപ്പ് പ്രൊമോഷൻ, അവയർനെസ് കൺസിഡറേഷൻ, ലോക്കൽ സ്റ്റോർ വിസിറ്റ്. അപ്പോൾ ഇവിടെ ഓരോന്നും നിങ്ങൾ എടുക്കുമ്പോൾ, ഓരോ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിനോട് വളരെ സ്യൂട്ടായിട്ടുള്ള ക്യാമ്പയിൻ ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ സെയിൽസ് എടുത്തപ്പം എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയത് ഇതാ, സെർച്ച്, പെർഫോമൻസ് മാക്സ്, ഡിമാൻഡ് ജെൻ, വീഡിയോ, ഡിസ്പ്ലേ, ഷോപ്പിംഗ്, ഇതൊക്കെയാണ്. പിന്നെ ലീഡ്സ് എടുക്കുന്ന സമയത്ത് അതിനോട് ഏറ്റവും കൂടുതൽ മാച്ച് ആയിട്ടുള്ള ക്യാമ്പയിൻ ടൈപ്സ്. പിന്നെ അതിപ്പം അവയർനെസ് ആൻഡ് കൺസിഡറേഷൻ എടുക്കുമ്പം ആകെ റീച്ചും വീഡിയോ വ്യൂസും മാത്രമേ ഉള്ളൂ. ലോക്കൽ സ്റ്റോർ വിസിറ്റ് എടുക്കുന്ന സമയത്ത് പെർഫോമൻസ് മാക്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോന്നും എടുക്കുമ്പം അതിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ക്യാമ്പയിൻ ടൈപ്സ് നമുക്ക് ഇവിടെ കാണാം. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ്സ് ഒന്നും നിങ്ങൾക്ക് ഇപ്പം നോക്കുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് ഒരു ക്യാമ്പയിൻ ആണ്, ഒബ്ജക്റ്റീവ്സ് നോക്കാണ്ട് നിങ്ങളൊരു ക്യാമ്പയിൻ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ഗോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ക്യാമ്പയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് എ ക്യാമ്പയിൻ വിത്തൗട്ട് ഗൈഡൻസ് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ക്യാമ്പയിൻ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സെയിൽസ്, ലീഡ്സ്, വെബ്സൈറ്റ് ട്രാഫിക്, ആപ്പ് പ്രൊമോഷൻ, അവയർനെസ്, ലോക്കൽ സ്റ്റോർ വിസിറ്റ് ആണ്. ക്യാമ്പയിൻ ടൈപ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം ഏതൊക്കെ രീതിയിൽ നമ്മൾ മുമ്പേ പറഞ്ഞു, ഗൂഗിൾ ആഡ്സിൽ, ഗൂഗിൾ പാർട്ട്ണർ സൈറ്റ്സിലും ആപ്പുകളിലും അതേപോലെ തന്നെ ഗൂഗിൾ പ്രോഡക്ട്സിലൊക്കെ നമ്മൾക്ക് എന്താണ് ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ അങ്ങനെ എന്തെല്ലാം ടൈപ്പിൽ നമ്മൾക്ക് ആഡുകൾ റൺ ചെയ്യാം, ഗൂഗിളിൽ ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് സെർച്ച് ആഡ് എടുക്കാം. സോ സെർച്ച് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഇപ്പം 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി, ഇവിടെ ആദ്യം തന്നെ വീഗാലാൻഡിൻ്റെ സ്പോൺസർഡ് ആഡ് വന്നിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ട് ആൾക്കാർ സെർച്ച് ചെയ്തത് എന്താ, 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി. സോ 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ 2 BHK ഫ്ലാറ്റ് എന്നുള്ളതാണ് എൻ്റെ കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കീവേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗൂഗിൾ ആഡ്സിൽ. കീവേഡ്സ് തെറ്റിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി തെറ്റും. അതായത് അടിത്തറയാണത്. ആ അടിത്തറ തെറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങളുടെ ക്യാമ്പയിൻ പൊളിഞ്ഞു പോവും. കാരണം എന്താണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്ന് ഞാൻ അടിച്ചിട്ട് കോഴിക്കോടുള്ള പ്രോപ്പർട്ടിയാണ് ഞാൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ 4 BHK പ്രോപ്പർട്ടിയാണ് ഞാൻ കാണിക്കുന്നതെങ്കിൽ ആൾക്കാർക്ക് അതിനോട് വല്ല താല്പര്യം, വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അത് റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആയിട്ട് മാറില്ല. അപ്പോൾ എന്താണോ നിങ്ങളുടെ ഓഡിയൻസ് സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് തന്നെയായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവർക്ക് കൊടുക്കേണ്ടതും. ആൻഡ് വൺ മോർ തിങ്, ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് ഇൻറ്റൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. അതായത് ആൾക്കാർ താല്പര്യത്തോടെ വന്നിട്ട്, ബോധത്തോടെ വന്നിട്ട് സെർച്ച് ചെയ്യുന്നതാണ്. അല്ലാണ്ട് അവർ വേറെ എന്തോ ആവശ്യത്തിന് വന്ന് വേറെ എന്തോ കണ്ടു, അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കയറുന്നത് നമ്മൾക്ക് എൻ്റർടൈനിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ബേസ്ഡ്. ഇവിടെ എന്താണ്, ഇൻറ്റൻഷൻ ബേസ്ഡ് ടാർഗറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ബേസ്ഡ് മാർക്കറ്റിംഗ് ആണ്. പൂർണ്ണ ബോധത്തോടെ ആവശ്യത്തിന് വേണ്ടി വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ടാർഗറ്റ് ചെയ്ത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. സോ അതാണ് ഇൻറ്റൻഷൻ ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആ മാക്സിമം നമ്മൾ ആ ഇൻറ്റൻഷൻ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് അറിയണം നമ്മളുടെ ഓഡിയൻസ് എന്താണ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. അപ്പോൾ അവരെന്താ സെർച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമ്മൾക്ക് നമ്മളുടെ ആഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആ കീവേഡ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഗൂഗിൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. നിങ്ങളുടെ പ്രോഡക്റ്റോ നിങ്ങളുടെ സർവീസോ നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ചിട്ടോ ആൾക്കാർ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ആഡുകൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ സെർച്ച് എഞ്ചിനിൽ വരുന്ന ആഡ്, അല്ലെങ്കിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണുന്ന ആഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെർച്ച് ആഡ്സ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ടെക്സ്റ്റ് ആഡ്സ് എന്നും കൂടി പറയും. കാരണം എന്താണ്, ഇവിടെ കൂടുതലും ടെക്സ്റ്റുകളാണ് ഉള്ളത് അല്ലേ. ഹെഡ്ലൈൻ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ചെറിയ ഇമേജ് കാണാം. ഈ ഇമേജ് എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റൻഷനാണ്, ഒരു എക്സ്ട്രാ സാധനമാണ്. അപ്പോൾ അതെങ്ങനെയാണ്, അത് എന്തിനാണ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി എന്താണ് സെർച്ച് ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ബേസിക്കലി ടെക്സ്റ്റ് ബേസ്ഡ് ആഡ്സ്, ടെക്സ്റ്റുകളായിരിക്കും അതിൽ കൂടുതലും ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് രണ്ടാമത്തേത് എന്താണ്, ഡിസ്പ്ലേ ആഡാണ്. ഡിസ്പ്ലേ ആഡ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഗൂഗിൾ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള, ഗൂഗിളായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചില വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിൽ
നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ സ്പേസ് റെൻറ്റ് കൊടുക്കുകയാണ്, സ്പേസ് റെൻറ്റ് ഔട്ടിന് കൊടുക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ഗൂഗിളിന്. സോ ഗൂഗിൾ എന്താ ചെയ്യുന്നത്? ഗൂഗിളിൽ ഈ ഡിസ്പ്ലേ ആഡ് ആവശ്യപ്പെട്ട് വരുന്ന അഡ്വർടൈസറിന് ഏതാണ് നല്ല സൂട്ടബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് എന്ന് ഗൂഗിൾ തീരുമാനിച്ചിട്ട് അതിൽ അവരുടെ ആഡുകൾ റൺ ചെയ്യും. അപ്പോൾ എന്താണ്, ഈ വെബ്സൈറ്റിൻ്റെ ഓണറിന് ഗൂഗിൾ ഒരു പൈസ കൊടുക്കുന്നുണ്ട്, ഒരു കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഗൂഗിൾ ആരെടുത്തുനിന്നാണ് പൈസ എടുക്കുന്നത്? നമ്മൾ അഡ്വർടൈസ് ചെയ്യുന്ന ആൾക്കാരെടുത്തുനിന്ന്. അപ്പോൾ നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ള ഒരു വഴിയും കൂടിയാണ് ഈ ബ്ലോഗർ സൈറ്റ് ഉണ്ടാക്കി അതിന് നല്ല രീതിയിൽ SEO ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവന്ന് അതിൽ എന്ത് ചെയ്യുക, ഗൂഗിളായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു ഗൂഗിൾ പാർട്ട്നർ സൈറ്റ് ആക്കുക. ആൻഡ് അതിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആഡുകൾ റൺ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്നതും എങ്ങനെയാണ് ഇത് ത്രൂ പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്കത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേ ആഡ്സ്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ എന്താ പറയുക, ബാനർ ആഡ്സ് എന്നും കൂടി പറയും. അപ്പോൾ ബാനർ ആഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ആൾക്കാരെ വിഷ്വലി അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന എന്തോ ഒരു സാധനം അതിലുണ്ട്. അത് മേ ബി ഇമേജ് ആവാം, മേ ബി എന്തെങ്കിലും മോഷൻ ഗ്രാഫിക്സ് ആവാം. അപ്പം അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ആഡ് അല്ലെങ്കിൽ ബാനർ ആഡ് എന്ന് പറയാം. ആൻഡ് വൺ മോർ തിങ്, നമ്മൾ ആദ്യം തന്നെ സെർച്ച് ആഡ് പറഞ്ഞപ്പോൾ സെർച്ച് ആഡ് ഇൻറ്റൻഷനോട് കൂടി വരുന്ന ആൾക്കാരായത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആവശ്യം, ഒരു കാര്യം വായിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരായിരിക്കും. മേ ബി ന്യൂസസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റെസിപ്പീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമിംഗ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും, അങ്ങനെ എന്തെങ്കിലും വായിക്കാൻ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരിലോട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ആഡുകൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ കൺവേർഷൻ കുറവായിരിക്കും. പക്ഷേ എൻ്റെ ബ്രാൻഡിനെ കുറിച്ച് അവർക്ക് അവെയർ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾക്ക് ഡിസ്പ്ലേ ആഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, പിന്നെന്താണ്, പിന്നെ നമ്മളുടെ മൂന്നാമത്തേത് എന്താണ്, ഡിമാൻഡ് ജനറേഷൻ. ഡിമാൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ, ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്കിൽ എന്താ പറയുക, ഇമേജും വീഡിയോ ആഡ്സൊക്കെ വെച്ചിട്ട് കൂടുതലും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ നമ്മുടെ ബ്രാൻഡിനൊരു ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആൻഡ് ബേസിക്കലി നമ്മൾ അതിനെ ഡിസ്കവറി ആഡ്സ് എന്നും കൂടി പറയും. അതായത് നിങ്ങളിപ്പം യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ, ആപ്പിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങൾക്കൊരു ആഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും അല്ലേ കാണുന്നത്. ആൻഡ് അതല്ല ഗൂഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പം, ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തും അടിയിൽ നിങ്ങൾക്ക് ആഡുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ, കുറേ ബ്രാൻഡ്സിൻ്റെ സാധനം, കുറേ കമ്പനീസിൻ്റെ ആഡുകൾ നിങ്ങൾക്ക് കാണാം. സോ അതിനെയാണ് നമ്മൾ ബേസിക്കലി ഡിസ്കവറി ആഡ്സ് അല്ലെങ്കിൽ ഡിമാൻഡ് ജനറേഷൻ ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ എന്ത് ചെയ്യാണ്, ആൾക്കാർക്ക് ഒരു ഡിമാൻഡ് ഉണ്ടാക്കുകയാണ്, നമ്മളുടെ ബ്രാൻഡിനെ കുറിച്ച് അവെയർ ആക്കിപ്പിച്ചിട്ട് ഇമേജസും വീഡിയോസൊക്കെ വെച്ച് അവെയർ ആക്കിപ്പിച്ചിട്ട് മൊബൈൽ ഫ്രണ്ട്ലി ആഡുകളാണ് ബേസിക്കലി ഡിമാൻഡ് ജനറേഷൻ ആഡ് എന്ന് പറയുന്നത്. നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ഇമെയിൽ, അതായത് ജിമെയിലും കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് ആഡുകൾ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിമാൻഡ് ജനറേഷൻ ആഡ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പെർഫോമൻസ് മാക്സ് ആഡ്, ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. കാരണം ഇവിടെ നമ്മൾ ഓരോന്നും പറയും, ഇപ്പോൾ സെർച്ച് ആഡ് പറയുന്നു, ഡിസ്പ്ലേ ആഡ് പറയുന്നു, ഡിമാൻഡ് ജെൻ പറയുന്നു, ആപ്പ് പറയുന്നു, വീഡിയോ പറയുന്നു, ഷോപ്പിംഗ് പറയുന്നു, ഇതെല്ലാം തന്നെ അതത് പ്ലാറ്റ്ഫോംസിലാണ് നമ്മൾക്ക് ആഡുകൾ റൺ ചെയ്യാൻ പറ്റുക. അതായത് സെർച്ച് ആഡ് ആണെങ്കിൽ സെർച്ച് എഞ്ചിനിൽ, ഡിസ്പ്ലേ ആഡ് ആണെങ്കിൽ വെബ്സൈറ്റിൽ, ആപ്പ് പ്രൊമോഷൻ ആഡ് ആണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ, പിന്നെന്താണ് വീഡിയോ ആഡ് ആണെങ്കിൽ യൂട്യൂബിൽ, ഷോപ്പിംഗ് ആണെങ്കിൽ മെർച്ചൻറ്റ് സെൻറ്ററിൽ, അങ്ങനെ നമുക്ക് ഓരോരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അല്ലേ. പക്ഷേ പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ച് നമ്മൾക്ക് ആഡുകൾ റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല AI ഇൻറ്റിഗ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ തന്നെ ഇപ്പം ഞാൻ ഇത്രയും സ്ഥലങ്ങൾ ഇപ്പം അതിൽ സെർച്ച് ആഡ് വരുന്നുണ്ട്, ഡിസ്പ്ലേ ആഡ് വരുന്നുണ്ട്, ജിമെയിൽ വരുന്നുണ്ട്, യൂട്യൂബ് വരുന്നുണ്ട്, ഷോപ്പിംഗ് വരുന്നുണ്ട്, ഇതെല്ലാം തന്നെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് എവിടെ നിന്നായിരിക്കും കിട്ടുക എന്നുള്ളത് ഗൂഗിൾ തന്നെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് തന്നെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ആഡുകൾ AI വെച്ചിട്ട് അവർ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് റിസൾട്ടുകൾ കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് റീച്ച് ദ റൈറ്റ് പീപ്പിൾ വെയർ എവർ ദേ ആർ ബ്രൗസിംഗ് വിത്ത് ആഡ്സ് ഓൺ ഗൂഗിൾ, സെർച്ച്, യൂട്യൂബ്, ഡിസ്പ്ലേ ആൻഡ് മോർ. ഈ പറഞ്ഞിരിക്കുന്ന ഗൂഗിളിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഒരുമിച്ച് ആഡ് നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതിനെയാണ് നമ്മൾ
പെർഫോമൻസ് മാക്സ് എന്ന് പറയുന്നത്. ആൻഡ് ആ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ മാക്സിമം പെർഫോം ചെയ്യുന്ന ആഡുകളായിരിക്കും അത്. മാക്സിമം റിസൾട്ട് നമ്മൾക്ക് അതിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആവാനും ചാൻസ് ഉണ്ട്. ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പം പെർഫോമൻസ് മാക്സ് കുറച്ചും കൂടിയും എക്സ്പെൻസീവ് ആണ്. കാരണം ഒറ്റ അടിക്കാണ് ഇത്രയും പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളുടെ ആഡുകൾ കാണിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് പെർഫോമൻസ് മാക്സ്. പിന്നെ എന്താണ് ഷോപ്പിംഗ് ആഡ്സ്? ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറയുമ്പം നമ്മൾ നോർമലി കാണില്ലേ, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് വന്നിട്ട് ബൈ ഷൂസ് ഓൺലൈൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഇവിടെ കണ്ടില്ലേ സ്പോൺസേഡ് ആഡ് വന്ന കണ്ടില്ലേ, ഇതാണ് ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോപ്പിംഗ് ആഡ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഗൂഗിൾ ആഡ് അക്കൗണ്ട് പോലെ തന്നെ വേറൊരു അക്കൗണ്ട് ഉണ്ട്, ഗൂഗിൾ മെർച്ചൻറ്റ് സെൻറ്റർ എന്നാണ് അതിന് പറയാം, മെർച്ചൻറ്റ് സെൻറ്റർ അക്കൗണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്യണം. നമുക്കൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ അത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ട് ലിങ്ക് ചെയ്യുക. അതിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിലോട്ടേക്ക് കൊണ്ടുവരാം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ ഒരു ഈ മെർച്ചൻറ്റ് സെൻറ്റർ അക്കൗണ്ട് ഗൂഗിൾ ആഡ് അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഷോപ്പിംഗ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്ക്, നമ്മൾക്കതും ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഷോപ്പിംഗ് ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താണ് വീഡിയോ ആഡ്സ്? വീഡിയോ ആഡ്സ് ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, യൂട്യൂബ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ പല തരത്തിലുള്ള ആഡുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഒരു വീഡിയോ ഓപ്പൺ ചെയ്ത പാടന്നെ നമ്മൾക്കൊരു ആഡ് കാണുന്നുണ്ട്. അതായത് ഒരു 6 സെക്കൻഡ് വരെ നമ്മൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. 6 സെക്കൻഡ് നമ്മൾ ആഡ് കണ്ടിരിക്കണം. അത് ഒരു ടൈപ്പ് ഓഫ് ആഡാണ്. ഇനി അതല്ല നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ആഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് സ്കിപ്പ് അടിക്കാൻ വേണ്ടി പറ്റുന്ന ആഡുകളായിരിക്കും. അതൊരു ടൈപ്പ് ഓഫ് ആഡാണ്. പിന്നെ എന്താണ്, സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു 10-15 സെക്കൻഡ്സിൻ്റെ ആഡുകൾ ഉണ്ടാവും. അത് നമ്മൾ 15 സെക്കൻഡ്സ് ആ ആഡ് കംപ്ലീറ്റ്ലി കാണണം, എന്നാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ വീഡിയോ കാണാനായിട്ട് പറ്റുള്ളൂ. അതും ഒരു ടൈപ്പ് ഓഫ് ആഡാണ്. ഇനി അതല്ല ഇപ്പം സിസ്റ്റത്തിൽ ലാപ്പിലാണ് നിങ്ങൾ യൂട്യൂബ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഡുകൾ കാണാൻ വേണ്ടി പറ്റും. അതും ഒരു ടൈപ്പ് ഓഫ് ആഡാണ്. ഇനി അതല്ല നിങ്ങൾ വന്നിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്തും അതിൻ്റെ അടിയിൽ ഇപ്പോൾ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സിൽ നിങ്ങൾക്ക് സ്പോൺസേർഡ് എന്ന് പറഞ്ഞിട്ട് TXT ബേസ്ഡ് ആഡ്, ടെക്സ്റ്റ് ബേസ്ഡ് ആഡ് അവിടെയും കാണാൻ വേണ്ടി പറ്റും. അതും യൂട്യൂബിലൊരു ടൈപ്പ് ഓഫ് ആഡാണ്. ഇതെല്ലാം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഗൂഗിൾ ആഡ്സ് തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന യൂട്യൂബ് വീഡിയോ ആഡ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതും ഒരു ടൈപ്പ് ഓഫ് ആഡാണ്. പിന്നെ എന്താണ്, ആപ്പ് പ്രൊമോഷൻ. നിങ്ങളൊരു പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ iOS ആപ്പ് ഒക്കെ തുറക്കുന്ന സമയത്ത് അവിടെയൊക്കെ സ്പോൺസേഡ് ആയിരുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് വരുന്നുണ്ടല്ലേ. അപ്പോൾ അതും എന്താണ്, നമ്മൾക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അതും നമുക്ക് ഗൂഗിൾ ആഡ്സ് ത്രൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴും നിങ്ങളുടെ പ്രോഡക്റ്റും നിങ്ങളുടെ ബിസിനസ്സിനും അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളിത് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളൊരു ആലോചിക്കുക, നിങ്ങൾക്കൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്, കൂടുതലും ആൾക്കാർ വന്ന് ഗൂഗിളാണ് സെർച്ച് ചെയ്യാൻ ചാൻസ് അല്ലേ. അതായത് 2 BHK for rent അല്ലെങ്കിൽ 3 BHK for rent അല്ലെങ്കിൽ ഫ്ലാറ്റ് ഇൻ കൊച്ചി എന്നുള്ള രീതിയിൽ ഗൂഗിൾ വന്നിട്ട് സെർച്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പം നിങ്ങൾക്ക് അറിയണം നിങ്ങൾ എന്ത് ആഡ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ അഫ്കോഴ്സ് ചെയ്യേണ്ടത് എന്തായിരിക്കും, സെർച്ച് ആഡ് ആയിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇമെയിൽ മാർക്കറ്റിംഗ്, അതായത് നിങ്ങൾക്ക് റീടാർഗറ്റ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ വെബ്സൈറ്റൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എപ്പോഴും റിമൈൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, ഇവിടെ ഓഫേഴ്സ് ഉണ്ട്, ഇവിടെ ഡിസ്കൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇന്നതുണ്ട്, അല്ലെങ്കിൽ ഇന്ന പുതിയ ബ്ലോഗ് വന്നിട്ടുണ്ട്, ഇന്ന പുതിയ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജിമെയിൽ ആഡ്സ്, അതായത് ജിമെയിലിൽ ആഡുകൾ റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിമാൻഡ് ജെൻ ചെയ്യാം. ഇനി അതിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഇ കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഷോപ്പിംഗ് ആഡ് ക്രിയേറ്റ് ചെയ്യണം. ഇനി അതല്ല, നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടുതൽ ബ്രാൻഡ് അവയർനെസ് ജനറേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ആഡ് ക്രിയേറ്റ് ചെയ്യും. അതായത് ആ ഒരു പെർട്ടിക്കുലർ 15 സെക്കൻഡ് വീഡിയോ ആണെങ്കിൽ ആ 15 സെക്കൻഡ് വീഡിയോ ആൾക്കാരെ കാണിപ്പിക്കണം. നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് അതിന് കിട്ടണം. അതിനാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ എന്താ പറയുക, നോൺ സ്കിപ്പബിൾ ആഡ് നിങ്ങൾക്ക് റൺ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് അവിടെ ഒരു ആപ്പ് പ്രൊമോഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ബമ്പർ ആഡ്സ് എന്തെങ്കിലും ചെയ്തിട്ട് കോൾ ടു ആക്ഷൻ എന്താ പറയുക, ആപ്പ് ഇൻസ്റ്റാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ആവശ്യം എന്താണോ, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണോ, നിങ്ങളുടെ സർവീസ് എന്താണോ, അവർ ഏത് സ്ഥലത്താണ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ ക്യാമ്പയിൻ ടൈപ്പ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വെറുതെ ഓരോന്ന് പോയിട്ട് ചൂസ് ചെയ്യരുത്. നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ ബിസിനസ് മനസ്സിലാക്കുക, ആ ബിസിനസ്സിൻ്റെ ഓഡിയൻസിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അവർ എന്തെല്ലാം ആക്ഷൻസ് ആണ് എടുക്കാൻ ചാൻസ് ഉള്ളത്, അവരൊരു പ്രോഡക്റ്റ് മേടിക്കുന്നതിന് മുമ്പ്, ഒരു സർവീസ് എടുക്കുന്നതിന് മുമ്പ് അവർ ഏതൊക്കെ രീതിയിലാണ് അവർ ട്രാവൽ ചെയ്യുന്നത്, അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളിതിൽ
പല ക്യാമ്പയിൻ ടൈപ്സും ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങൾ അങ്ങനെ ചെയ്ത് അവസാനം നിങ്ങളുടെ കയ്യിലൊരു അത്യാവശ്യം ഡേറ്റ ഉണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പെർഫോമൻസ് മാക്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് സെർച്ച് ആഡാണ്. അപ്പോൾ നമുക്ക് സെർച്ച് ആഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ഞാൻ സെർച്ച് ആഡ് എടുത്തു. ഓക്കെ, ആൻഡ് ഇവിടെ എനിക്ക് എൻ്റെ റിസൾട്ട്, അതായത് എനിക്ക് കൂടുതലും വെബ്സൈറ്റ് വിസിറ്റ്സ് ആണോ വേണ്ടുന്നത്, ഫോൺ കോൾസ് ആണോ വേണ്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്കിത് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യാം. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, കണ്ടിന്യൂ കൊടുത്തു. പിന്നെന്താണ് ഇവിടെ ചൂസ് ഗോൾസ് യു വുഡ് ലൈക്ക് ടു ഫോക്കസ് ഓൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഗോളുകൾ കാണിക്കും. അതായത് നിങ്ങൾക്ക് പെർട്ടിക്കുലർലി നിങ്ങളുടെ സക്സസിനെ, നിങ്ങളുടെ ക്യാമ്പയിൻ്റെ സക്സസിനെ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം പേജ് വ്യൂ ആണെങ്കിൽ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ പെർട്ടിക്കുലർ പേജ് കാണുക, അതിൽ കൂടെ സ്ക്രോൾ ചെയ്ത് അതിലെ കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വായിക്കുക എന്നുള്ളതാണ് പേജ് വ്യൂ. പിന്നെ സൈനപ്പ് ഉണ്ട്, ഫോം സബ്മിഷൻ, അതായത് ചില വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഫോം സബ്മിഷൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ആഡിൽ തന്നെ ഫോം സബ്മിഷൻ കൊടുക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ആഡ് കാണിക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഇൻസ്റ്റൻറ്റ് ഫോം ഫില്ല് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതാണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇവിടെ നിങ്ങളുടെ ക്യാമ്പയിൻ്റെ നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ട്രയൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുകയാണ്. ആൻഡ് ഞാൻ കണ്ടിന്യൂ. ഓക്കെ, ഇവിടെ ഞാൻ ചൂസ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് പേജ് വ്യൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ഇനി അടുത്തത് വരുന്നത് എന്താണ്, ബിഡിംഗ് ആണ്. സോ ബിഡിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ബിഡിംഗ്. ബിഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഒരു ക്ലിക്കിന് എത്രത്തോളം പൈസ നിങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ളതാണ് നമ്മൾ ബിഡിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, എവിടെയാണ് നിങ്ങൾക്ക് ബിഡിംഗ് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കൺവേർഷൻസ്, ഇപ്പോൾ ഇവിടെ നിങ്ങൾ സെർച്ച് കൊടുത്തോണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്ന ഓപ്ഷൻസ്, ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അതായത് കൺവേർഷൻസ് ആണോ, കൺവേർഷൻസ് എന്ന് പറയുമ്പോൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് ബേസിക്കലി നമ്മൾ എന്താണ് ഇപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്ലിക്ക് ചെയ്യുക, പേജ് കാണുക, പേജിലോട്ടേക്ക് ആൾക്കാർ കൂടുതൽ കയറുക. ഇനി അതല്ല നമ്മളവിടെ ആക്ഷൻ കൊടുത്തിരിക്കുന്നത് കോൾ ആണെങ്കിൽ കോള്, ലീഡ് സബ്മിറ്റ് ആണെങ്കിൽ ലീഡ് സബ്മിറ്റ്. സോ എത്രത്തോളം ആക്ഷൻസ് അവിടെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കൺവേർഷൻസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കൺവേർഷൻ വാല്യൂ എന്ന് പറയുമ്പം ആ ആക്ഷന് നമ്മളൊരു നമ്പർ കൊടുക്കുകയാണ്, ഒരു മോണിറ്ററി വാല്യൂ കൊടുക്കുകയാണ്. ഇപ്പം 10 ആക്ഷൻസ് ആണ് എടുത്തതെന്ന് വിചാരിച്ചോ, അപ്പം ഒരു ആക്ഷന് ഒരു കൺവേർഷൻ നടക്കുകയാണെങ്കിൽ ഒരു 2 രൂപ എന്നുള്ള രീതിയിലാണെങ്കിൽ അവിടെ 10 ആക്ഷൻസിൽ നിന്നും എനിക്ക് എത്ര റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം അവിടെ എന്താണ് വരുന്നത്, 10 × 2, അപ്പം 20 റവന്യൂ എനിക്ക് അതിൽ നിന്നും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ അങ്ങനെ മനസ്സിലാക്കാൻ, അങ്ങനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൺവേർഷൻ വാല്യൂ കൊടുക്കുന്നത്. ഓക്കെ, സോ കൺവേർഷൻസ് എന്ന് പറയുമ്പം നമ്പർ ഓഫ് ആക്ഷൻസ് ആണ്, കൺവേർഷൻ വാല്യൂ എന്ന് പറയുമ്പം ആ ആക്ഷന് നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. സോ ദാറ്റ് നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് റവന്യൂ എത്രയാണ് കിട്ടിയത് എന്നുള്ളത് നമ്മൾക്ക് ഒന്ന് അസ്യൂം ചെയ്യാനും ട്രാക്ക് ചെയ്യാനും നമ്മൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്, ക്ലിക്ക് ഉണ്ട്, ഇംപ്രഷൻ ഷെയർ ഉണ്ട്. അപ്പോൾ ക്ലിക്ക് എന്ന് വെച്ചാൽ എത്രത്തോളം ക്ലിക്ക്, അതായത് കൂടുതൽ ആൾക്കാരും ക്ലിക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൂടുതലും എൻ്റെ ആഡ് ലോഡ് ആവുന്നതിനെയാണ് എനിക്ക് ഫോക്കസ് ചെയ്യുന്നത്. അതായത് എത്ര ശതമാനം എൻ്റെ ആഡുകൾ റിപ്പീറ്റഡ്ലി ലോഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് നോക്കേണ്ടതെങ്കിൽ എനിക്ക് ഇംപ്രഷൻ ഷെയർ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാക്സിമം കോസ്റ്റ് പെർ ക്ലിക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതായത് ഒരാൾ വന്നിട്ട് എൻ്റെ ആഡിൽ വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദാറ്റ് നിങ്ങളിപ്പോൾ ഇവിടെ ഒരു 1 രൂപയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 1 രൂപ ആയിരിക്കും ആ ഒരു ക്ലിക്കിന് പോവാനായിട്ട് മാക്സിമം ആര് നോക്കുന്നത്, നമ്മളുടെ ഗൂഗിൾ നോക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾ ആസ് എ ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങളത് സെറ്റ് ചെയ്യണ്ട, അത് ഓട്ടോമാറ്റിക്കലി പോയിട്ട് പിന്നെ കുറച്ച് ഡേറ്റാസും കാര്യങ്ങളൊക്കെ വരുന്നു, നിങ്ങളുടെ ആഡിന് എത്രത്തോളം ക്ലിക്കിന് എത്ര പൈസ പോകുന്നുണ്ട് എന്നുള്ള റിസൾട്ടൊക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നീട് വരുന്ന ക്യാമ്പയിൻസിന് നിങ്ങൾക്ക് കോസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഇത് നെക്സ്റ്റ് അടിച്ച് കൊടുക്കാം. പിന്നെ ഇവിടെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് വീണ്ടും കാണാം,
ഗൂഗിൾ സെർച്ച് പാർട്ട്ണർ നെറ്റ്വർക്കും ഗൂഗിൾ ഡിസ്പ്ലേ നെറ്റ്വർക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സെർച്ച് ആഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ നെറ്റ്വർക്ക് വേണ്ട, നമുക്ക് സെർച്ച് പാർട്ട്ണർ നെറ്റ്വർക്ക് മാത്രം നമുക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൊക്കേഷൻസ് സെറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ആഡ് എവിടേക്കാണ് കാണിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ലൊക്കേഷൻ സെറ്റ് ചെയ്യാം. ഇപ്പം ഓൾ കൺട്രീസ് ആൻഡ് ടെറിട്ടറി ഓഫ് കോഴ്സ് നമ്മൾക്ക് വേൾഡ് മൊത്തമായിട്ട് നമ്മൾക്ക് നമ്മുടെ ബിസിനസ് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാര്യം നിങ്ങൾക്കില്ല. ഇപ്പം നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കൊടുക്കണോ, അങ്ങനെയാണെങ്കിൽ ഓൾ ഇന്ത്യ കൊടുക്കാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് പെർട്ടിക്കുലർലി ഇന്ന ലൊക്കേഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കണമെങ്കിൽ ലൊക്കേഷൻ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് കൊച്ചി കൊടുക്കുകയാണ്. സോ കൊച്ചി കൊടുത്തു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്: ഇൻക്ലൂഡ്, എക്സ്ക്ലൂഡ്, നിയർ ബൈ. അപ്പോൾ ഇൻക്ലൂഡ് കൊടുക്കുമ്പോൾ കൊച്ചിയിലുള്ള ആൾക്കാർ എന്നുള്ളതാണ്, കൊച്ചിനെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻക്ലൂഡ് എന്നുള്ളത് പറയുന്നത്. എക്സ്ക്ലൂഡ് എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾക്ക് എന്താണ്, നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലം, ഇപ്പോൾ ഓൾ കേരള ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചോ, കേരളത്തിൽ എനിക്ക് കൊച്ചി വേണ്ട, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യുക, കൊച്ചിനെ എക്സ്ക്ലൂഡ് ചെയ്യുക. അതാണ് ഈ എക്സ്ക്ലൂഡ് ഓപ്ഷൻ. ആൻഡ് നിയർ ബൈ എന്ന് പറയുമ്പം അതിനോട് നിയർ ബൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം. ഇപ്പോൾ കൊച്ചി ഞാൻ കൊടുത്തു, കൊച്ചി മൊത്തത്തിൽ എനിക്ക് വേണ്ട, കൊച്ചിയിലുള്ള പെർട്ടിക്കുലർ സ്ഥലങ്ങൾ മാത്രം എനിക്ക് മതി. സോ ദാറ്റ് കൊച്ചിനോട് നിയർ ബൈ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണോ ആ സ്ഥലങ്ങൾ എനിക്കിവിടെ കാണിച്ചു തരും. അതാണ് നിയർ ബൈ. സോ ഈ 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അവിടെയും വീണ്ടും നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കിത് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്താ, ഇപ്പം ഞാൻ ജസ്റ്റ് കൊച്ചി ഇൻക്ലൂഡ് ചെയ്യാണ്. ഇനിയിപ്പോൾ അതല്ല, ഇതേ സാധനം തന്നെ നിങ്ങൾക്ക് എക്സ്ക്ലൂഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് കൊച്ചിയിൽ ഇപ്പം എനിക്ക് ആലുവയിൽ എൻ്റെ ആഡ് കാണിക്കേണ്ട, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കൊച്ചി എടുക്കുക, നിയർ ബൈ എടുക്കുക, ആൻഡ് ഈ ആലുവ എന്ന് പറയുന്നത് ടിക്ക് ചെയ്യുക, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, എക്സ്ക്ലൂഡ് ചെയ്യുക. അപ്പോൾ ആ ഓപ്ഷൻ ആ അവിടുത്തെ ആൾക്കാരിലോട്ടേക്ക് എൻ്റെ ആഡ് കാണിക്കില്ല. ഓക്കെ, സോ അതാണ് എക്സ്ക്ലൂഡ് ഓപ്ഷൻ, ഇൻക്ലൂഡ് ഓപ്ഷൻ ആൻഡ് നിയർ ബൈ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാണ്. ഞാൻ ലൊക്കേഷൻ കൊടുത്തു. പിന്നെ ഇവിടെ വേറൊരു 2 ഓപ്ഷൻ ഉണ്ട്: പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ പ്രസൻസ്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതൽ ആൾക്കാരും അധികം മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്ന ആളാണ്, കൊച്ചിനോട് താല്പര്യമുള്ള ആളാണ്. ഓക്കെ, ആൻഡ് പ്രസൻസ് എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ ജീവിക്കുന്ന ആൾ മാത്രം. അതായത് ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്ന ആൾക്കാരിലോട്ടേക്കും ആഡ് കാണിക്കും. പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കൊച്ചിയിൽ ജീവിക്കുന്ന ആൾക്കാരടുത്തും ആഡ് കാണിക്കും, കൊച്ചിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കും ആഡ് കാണിക്കും. ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്ന ആളാണ്, സോ ആ ആഡ് എനിക്ക് കാണിക്കും. നിങ്ങൾക്ക് കൊച്ചിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് എന്താ പറയുക, അതിൽ നിങ്ങൾക്കും ആഡ് കാണിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഏത് ടൈപ്പ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ അക്കാഡമി എന്നുള്ള രീതിയിലൊന്ന് ആലോചിച്ച് നോക്ക്. എന്തോരം ആൾക്കാർ പുറമെ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ആഡ് ആക്ച്വലി എവിടെ കാണിച്ചത്, പുറത്താണ്. ഞാൻ കൊച്ചിയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താണ്, കൊച്ചിയിലുള്ള ആൾക്കാരെ എനിക്ക് വേണം, അതേപോലെ തന്നെ പുറമെയുള്ള സ്റ്റുഡൻസിനെ എനിക്ക് വേണം. സോ കൊച്ചിയിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെയും എനിക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി അതല്ല, ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചോ. ഇവിടെ ഞാൻ തുടങ്ങിയൊരു റെസ്റ്റോറൻറ്റിൽ എനിക്ക് എന്താ പറയുക, കാസർഗോഡ് നിന്നുള്ള ആളെ എനിക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം ഇപ്പം തൽക്കാലം ഇല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ പ്രസൻസ് ഓർ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അവിടെ പ്രസൻസ് മാത്രം കൊടുത്താൽ മതി. കാരണം കാസർഗോഡ് ഉള്ള ആൾക്കാരെ മാത്രമേ കൊച്ചിയിലുള്ള ആൾക്കാരെ മാത്രം എനിക്ക് മതി. കാസർഗോഡിലുള്ള കൊച്ചിനോട് താല്പര്യമുള്ള ആൾക്കാർ എനിക്ക് ഇവിടെ വന്ന്, കാസർഗോഡ് നിന്ന് ഇവിടെ വരെ വന്ന് ഫുഡ് കഴിക്കുന്നത് പ്രാക്ടിക്കൽ അല്ല അല്ലേ. അപ്പം അങ്ങനെ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൊക്കേഷൻ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ലാംഗ്വേജസ്, നിങ്ങൾക്ക് പ്രിഫറബിളി നിങ്ങൾക്ക് ഏത് ലാംഗ്വേജസിലാണോ നിങ്ങളുടെ ആഡ് റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ ആഡ് കാണേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളൊരു മലയാളം ടൈപ്പ് ചെയ്തിട്ടുള്ള ആഡുകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇമേജസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ പൊളിറ്റിക്കൽ ആഡ്സ്, ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ റിലേറ്റഡ് എന്തെങ്കിലും ആഡ്സ് ആണ് നിങ്ങൾ ക്യാമ്പയിൻ റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഇപ്പം തൽക്കാലം നിങ്ങളിത് നോക്കേണ്ട. പിന്നെ എന്താണ്, ഓഡിയൻസിനെ സെഗ്മെൻറ്റ് ചെയ്യുക. അതായത് നമ്മളിവിടെ ഓൾറെഡി ലൊക്കേഷൻ കൊടുത്തു, ലാംഗ്വേജ് കൊടുത്തു. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റ് ചെയ്യാം. അതായത് അവരുടെ ഡെമോഗ്രാഫിക് എന്താ, അവരുടെ ഇൻട്രസ്റ്റ് എന്താ, അവരുടെ ബിഹേവിയർ എന്താ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവരെ ടാർഗറ്റ് ചെയ്യാം. ഇപ്പം ഹൂ ദേ ആർ, അവരുടെ ഡെമോഗ്രാഫിക്സ് എന്താണ്. അപ്പം ഹൂ ദേ ആർ എന്ന് പറയുമ്പോൾ അവരുടെ പേരൻ്റൽ സ്റ്റേറ്റസ്, മാരിറ്റൽ സ്റ്റേറ്റസ്, എഡ്യൂക്കേഷൻ, ഹോം ഓണർഷിപ്പ്, എംപ്ലോയ്മെൻറ്റ്, ഇതിൻ്റെ എല്ലാം രീതിയിൽ നിങ്ങൾക്ക് അവരെ ടാർഗറ്റ് ചെയ്യാം.
ഇനി അതല്ല അവരുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്, എന്തിനോടൊക്കെയാണ് അവർക്ക് താല്പര്യങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവരെ ടാർഗറ്റ് ചെയ്യാം. പിന്നെ എന്താണ്, പിന്നെ വാട്ട് ദേ ആർ ആക്റ്റീവ്ലി റിസർച്ചിങ് ഓർ പ്ലാനിങ്, അവരുടെ എന്താണ് ലൈക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവ്ലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ ടാർഗറ്റ് ചെയ്യാം. അതായത് ബേസിക്കലി അവർക്ക് അത്രയും ഓൾറെഡി അവർ ഇപ്പം ഞാനൊരു ഐഫോൺ ഓൾറെഡി വാങ്ങിച്ച ആൾക്കാരാണ്. അപ്പോൾ അവരെന്താണ്, അവരെ ഇൻ മാർക്കറ്റിലോട്ടേക്കാണ് അവരിടുന്നത്. കാരണം അവർ ഓൾറെഡി ആ ഒരു പെർട്ടിക്കുലർ സാധനത്തിനോട് ഇൻട്രാക്ട് ചെയ്ത് അതിനോട് ഇത്രയും താല്പര്യം ഉണ്ടായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ്. സോ അവരെല്ലാവരും എന്താണ്, ഇൻ മാർക്കറ്റിൽ വരുന്ന ആൾക്കാരായിരിക്കും. ഇനി പുതിയതായിട്ട് ആ സാധനത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ഇതിലായിരിക്കും വരുന്നത്, എഫിനിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിലായിരിക്കും വരുന്നത്. പിന്നെ ഇതെല്ലാം ഓൾറെഡി നിങ്ങളുടെ ഡേറ്റ വെച്ചിട്ട് എടുക്കുന്ന, ഇപ്പം നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പ്, നിങ്ങളുടെ യൂട്യൂബ്, ഇതിൽ നിന്നൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ നമ്മൾക്ക് വീണ്ടും ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഡേറ്റ സെഗ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഇവിടെയുണ്ട് ടാർഗറ്റിങ്ങും ഒബ്സർവേഷനും. ടാർഗറ്റിംഗ് എന്ന് പറയുമ്പോൾ നാരോ ദ റീച്ച് ഓഫ് യുവർ ക്യാമ്പയിൻ ടു ദ സെലക്റ്റഡ് സെഗ്മെൻറ്റ്സ്. ഞാൻ എന്താണോ കൊടുത്തിരിക്കുന്നത് അവിടെ മാത്രം, ആ രീതിയിൽ മാത്രമായിരിക്കും ഞാൻ എന്താണ് ആഡുകൾ കാണിക്കുള്ളൂ, ഓഡിയൻസിലോടേക്ക് ആഡുകൾ എത്തിക്കുള്ളൂ. ഒബ്സർവേഷൻ ആണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി പുറമേ ഒന്ന് വൈഡറായിട്ട് ഞാൻ ഒന്നും കൂടിയും ആ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഓഡിയൻസിന് സിമിലർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരിലോടേക്കും കൂടി എനിക്ക് വേണമെങ്കിൽ ആഡുകളൊന്ന് പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ അതാണ് ഒബ്സർവേഷൻ. അതാണ് ഈ 2 ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് ഡയറക്റ്റ് ഗൂഗിൾ ആഡ്സിൽ വന്നിട്ട് ഇതൊക്കെ അങ്ങനെ കൊടുക്കാനായിട്ട് പാടില്ല. നിങ്ങൾ മുൻകൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു സാധനം ഡോക്യുമെൻറ്റ് ചെയ്ത് വെക്കുക. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്. സോ ഇതാണ് എൻ്റെ ഓഡിയൻസ്, ഇത്ര ആഡ് ഗ്രൂപ്പ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ പെർട്ടിക്കുലർ ഓഡിയൻസിന് അവരുടെ ഇൻട്രസ്റ്റുകൾ ഇതാണ്, അവരുടെ ഡെമോഗ്രാഫിക്സ് ഇതാണ്. രണ്ടാമത്തെ ആഡ് ഗ്രൂപ്പിന് അവിടെ ഇൻട്രസ്റ്റ് ഇതാണ്, അവരുടെ ഡെമോഗ്രാഫിക്സ് ഇതാണ്. ഇത് നിങ്ങൾ മുമ്പേ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ വന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഡയറക്റ്റ് ഗൂഗിൾ ആഡ്സിൽ വന്നിട്ട് ഇതൊക്കെ ആലോചിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപേ പ്ലാൻ ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ അതിനുശേഷം ഇവിടെ ഒരു ആഡ് റൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പല എന്താ പറയുക, മൾട്ടിപ്പിൾ ഹെഡ്ലൈൻസും മൾട്ടിപ്പിൾ ഡിസ്ക്രിപ്ഷൻസും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക് ഗൂഗിളിനടുത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, പ്രിഫർ ബെസ്റ്റ് പെർഫോമിംഗ് ആഡ്സ്. അതിൽ എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന കോമ്പിനേഷൻസ് ഏതാണോ അതാണ് കൂടുതലും കാണിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് പറയാം. ഇനി അതല്ല, ഡു നോട്ട് ഒപ്റ്റിമൈസ് എന്ന് പറയുമ്പം അങ്ങനെ ഒന്നും പെർട്ടിക്കുലർ ആയിട്ട് ഒന്നും അവിടെ പോസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഓരോ കോമ്പിനേഷൻ ബിൽഡ് ചെയ്ത് കാണിച്ച് കൊടുത്തോളൂ എന്നുള്ളത് ഞാൻ ഗൂഗിളിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതാണ് ഈ 2 ഓപ്ഷൻ. അപ്പോൾ അതിൽ ഇനീഷ്യൽ ഫേസസിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കോമ്പിനേഷനാണ് ബെറ്റർ ആയിട്ട് വർക്ക് ആവുന്നത് എന്നുള്ളത്. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത പ്രാവശ്യം നിങ്ങളൊരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇന്ന ഹെഡ്ലൈൻസ്, ഇന്ന രീതിയിൽ ആഡ് കോപ്പീസ്, ക്രിയേറ്റീവ്സ് ഒക്കെ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം, ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന സാധനം എന്താണോ അത് മാത്രം വർക്ക് ചെയ്താൽ മതി എന്നുള്ളത് നിങ്ങൾക്കിവിടെ ഗൂഗിളിനടുത്ത് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതിനുശേഷം സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് കൊടുക്കുക. നിങ്ങൾ എത്ര ദിവസമാണ് നിങ്ങളുടെ ആഡ് റൺ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് കൊടുക്കുക. പിന്നെന്താണ് സ്കെഡ്യൂള്, ഇപ്പം ഒരു ദിവസം കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് കാണിക്കണോ, അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ, സാറ്റർഡേ സൺഡേ ഇന്ന സമയം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ആഡുകൾ ഇന്ന സമയത്താണ് കാണിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കിവിടെ സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ എന്താണ് ക്യാമ്പയിൻ URLും പേജ് ഫീഡ്സൊക്കെ ഓൾറെഡി നിങ്ങളുടെ വെബ്സൈറ്റൊക്കെ ഇതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്യാമ്പയിൻ URL കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ്, അതായത് ബേസിക്കലി ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾക്ക് അറിയണമല്ലോ ഏത് ക്യാമ്പയിൻസിൽ നിന്നാണ് നമ്മൾക്ക് കൂടുതൽ ക്ലിക്കുകൾ വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലൊക്കെ ആൾക്കാർ കൂടുതൽ കയറുന്നത് എന്നുള്ളതൊക്കെ. സോ അതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, URL ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക്
AI മാക്സ് ഫോർ സെർച്ച് ക്യാമ്പയിൻസ് കാണാം. അതായത് ഇന്നെല്ലാം AI ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗൂഗിൾ ആഡ്സും എന്താണ് AI ആയിട്ട് തന്നെയാണ്, AI ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് AI ഫോർ സെർച്ച് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവർ തന്നെ എന്ത് ചെയ്തു തരും, നമ്മൾക്ക് കംപ്ലീറ്റ്ലി നമ്മളുടെ ആഡും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് സെറ്റാക്കി തരും, ഡിപ്പെൻഡിങ് അപ്പോൺ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ്. അതായത് ഇപ്പോൾ ഞാനിവിടെ ഒപ്റ്റിമൈസ് യുവർ ക്യാമ്പയിൻ വിത്ത് AI മാക്സ് കൊടുക്കുകയാണെങ്കിൽ കണ്ട ഇവിടെ എല്ലാം തന്നെ ഇപ്പം ഞാൻ ഓൾറെഡി ഒരു URL കൊടുത്തിട്ടുണ്ടല്ലേ, ആ URL നിന്ന് അവർക്ക് കിട്ടുന്ന എന്തെല്ലാം ഡേറ്റാസ് ഉണ്ടോ, എന്തെല്ലാം ഡീറ്റെയിൽസ് ഉണ്ടോ അതെല്ലാം എടുത്തിട്ട് അവർ തന്നെ എനിക്ക് എന്ത് ക്രിയേറ്റ് ചെയ്ത് തരും, എൻ്റെ ആഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഇതും ഇനീഷ്യൽ ഫേസിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുന്നതിന് പകരം കുറച്ച് ഡേറ്റാസും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നിങ്ങൾ ക്യാമ്പയിൻസ് മാനുവലി റൺ ചെയ്ത് കുറേ ഡേറ്റാസ് ഈ ഒരു ആഡ് അക്കൗണ്ടിൽ വരും. അങ്ങനെ ആടുമ്പോൾ കുറച്ചും കൂടി ഒപ്റ്റിമൈസേഷൻ നല്ല രീതിയിൽ എഫക്റ്റീവ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പുതിയതായിട്ട് തന്നെ AI വെച്ച് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് പകരം ആദ്യം മാനുവലി കുറച്ച് ആഡ് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യുക, ഡേറ്റാസ് കൊടുക്കുക, ആൻഡ് അതിനുശേഷം AI വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഓക്കെ, പിന്നെന്താണ്, ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇതൊന്നും ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ നെക്സ്റ്റ് കൊടുത്തു, ആഡ് അസറ്റ്സ് ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കിപ്പം ചാറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ കാണിച്ചതിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. പിന്നെന്താണ്, ഞാനിപ്പം ഓൾറെഡി കീവേഡ്സ് എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്ത്, കീവേഡ്സ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു തന്നെ. സോ ആ കീവേഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ സെർച്ച് ചെയ്യാൻ ചാൻസ്, ഏതൊക്കെ രീതിയിൽ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആൾക്കാർ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കീവേഡ്സ് നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി എൻട്രി ആപ്പ് എന്നുള്ള ലിങ്ക് കൊടുത്തത് കൊണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നുമുള്ള കുറച്ച് കീവേഡ്സ് കാര്യങ്ങളൊക്കെ എന്താണ്, അതായത് ബേസിക്കലി ഞാൻ എന്തൊക്കെ കോഴ്സസാണ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് എൻ്റെ സർവീസസ് എന്നുള്ള രീതിയിലൊക്കെ കംപ്ലീറ്റ്ലി ഡേറ്റ ഈ വെബ്സൈറ്റിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങളായിട്ട് കീവേഡ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് കീവേഡ് റിസർച്ച് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, സോ അതായത് നിങ്ങളൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കീവേഡുകൾ റിസർച്ച് ചെയ്ത് വെക്കണം. അപ്പോൾ കീവേഡ് റിസർച്ച് ചെയ്യുമ്പോൾ പല രീതിയിലും പല ടെക്നിക്കുകളുണ്ട്. ഇപ്പം വളരെ ഈസി ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മളിപ്പം എൻ്റെ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസ് വന്ന് സെർച്ച് ചെയ്യുന്നത് ബൈ ഷൂസ് ഓൺലൈൻ എന്നുള്ള രീതിയിലാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ സ്ക്രോൾ ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ എന്തെല്ലാം വരുന്നുണ്ട്, റണ്ണിങ് ഷൂസ് വരുന്നുണ്ട്, പിന്നെന്താണ് മെൻസ് ലൈഫ് സ്റ്റൈൽ സ്നീക്കേഴ്സ് വരുന്നുണ്ട്, പിന്നെന്താണ് അതല്ലാണ്ട് ഷൂസ് ഫോർ മെന്ന് വരുന്നുണ്ട്, ഫുട്വെയർ ഓൺലൈൻ വരുന്നുണ്ട്, ക്യാമ്പസ് ഷൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ തന്നെ നിങ്ങൾ കുറേ റിസൾട്ടുകൾ എടുത്ത് നോക്കുമ്പം ഇവിടെ തന്നെ കുറേ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളാണെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് കീവേഡ്സ് ചൂസ് ചെയ്യാം. ആൻഡ് ഈ ചൂസ് ചെയ്ത കീവേഡ്സൊക്കെ ഒരു സ്പ്രെഡ്ഷീറ്റിലോ ഡോക്കിലോ എടുത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ മൈൻഡിൽ എന്തൊക്കെയാണ് വരുന്നത്, അതായത് ആൾക്കാർ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഇവിടെ കുറേ സ്ക്രോൾ ചെയ്തിട്ട് ഓരോ ആൾക്കാർ യൂസ് ചെയ്തിരിക്കുന്ന കീവേഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാം. ഇനി അതല്ലാന്നാണെങ്കിൽ അടുത്ത സ്റ്റേജിൽ ഈ ലിസ്റ്റ് എടുത്തതിന് ശേഷം അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, കീവേഡ് റിസർച്ച് ടൂൾസ് യൂസ് ചെയ്യാം. ഇപ്പം ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മളുടെ ഗൂഗിൾ ആഡ്സിൻ്റെ തന്നെ കീവേഡ് പ്ലാനർ ടൂള്. ഓക്കെ, സോ കീവേഡ് പ്ലാനറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കീവേഡ്സ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അതായത് അതിന് എത്രത്തോളം കോമ്പറ്റീഷൻസ് ഉണ്ട്, എത്രത്തോളം സെർച്ച് വോള്യൂം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കീവേഡ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ അത് എങ്ങനെ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗൂഗിൾ ആഡ് അക്കൗണ്ടിൽ തന്നെ വരാം. ഇവിടെ നിങ്ങൾക്ക് ടൂൾസ് കാണാം. ഈ ടൂൾസിൽ പ്ലാനിങ്ങിൽ പോവുക. പ്ലാനിങ്ങിൽ തന്നെ ഇതാ ഇവിടെ കീവേഡ് പ്ലാനർ ഉണ്ട്. അപ്പോൾ ഈ കീവേഡ് പ്ലാനറിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം ഡിസ്കവർ ന്യൂ കീവേഡ്സ് ആണ്. സോ ഇപ്പം ഞാൻ ഓൺലൈൻ മെൻസ് ഷൂസ് എന്നുള്ളത് തന്നെയാണ് ഞാൻ കൊടുത്തതെന്ന് വിചാരിച്ചോ. പിന്നെ എനിക്ക് വേറെ എങ്ങനെയാണ് ബൈ
ഷൂസ് ഓൺലൈൻ, പിന്നെന്താണ് ബൈ സ്നീക്കേഴ്സ് ഓൺലൈൻ, ഇങ്ങനെയൊക്കെ ഞാൻ കൊടുത്തു. അതായത് ബേസിക്കലി എന്താണ് എൻ്റെ പ്രൈമറി കീവേഡ്സ്, അതായത് കൂടുതലും ആൾക്കാർ അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റാണ് പ്രൈമറിലി ഞാൻ വിൽക്കുന്നത്, അതെന്താണ് കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് എന്നുള്ളതിന് വെച്ചിട്ട് എനിക്ക് കീവേഡ്സ് ഇവിടെ കൊടുത്തിട്ട് ഇത് എനിക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് റിസൾട്ട്സ് കൊടുക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ സെർച്ച് വോളിയൂം കോമ്പറ്റീഷനൊക്കെ, അതായത് ബേസിക്കലി സെർച്ച് വോളിയൂം എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ കീവേഡ് മന്ത്ലി വൈസസ് എത്ര ശതമാനം ആൾക്കാർ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എത്ര ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് ആ ഒരു പെർട്ടിക്കുലർ കീവേഡ് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് അറിയണ്ടേ, നിർബന്ധമല്ലേ? കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ആരും സെർച്ച് ചെയ്യാത്തൊരു കീവേഡ് നിങ്ങൾ കൊണ്ട് ആഡ് റൺ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ? അതേപോലെ തന്നെ ഭയങ്കര ഹൈ കോമ്പറ്റീഷനുള്ളൊരു സാധനം, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരാൾ അടിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരണം എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭയങ്കര ബ്രോഡായിട്ടുള്ളൊരു ഏരിയ ആണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ബ്ലോഗുകൾ ഉണ്ടാവാം, അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാവാം, അതിൻ്റെ PDF ഉണ്ടാവാം, അതിൻ്റെ വീഡിയോസ് ഉണ്ടാവാം. ഇതിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയുടെ ഒരു കൺവേർഷൻ റിലേറ്റഡ്, ഒരു ലീഡ് ജനറേഷൻ റിലേറ്റഡ് ഒരു സെർച്ച് വരണമെങ്കിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത്രയും കോമ്പറ്റീഷൻ അതിനുണ്ട്. അപ്പോൾ അത്രയും ഹൈ കോമ്പറ്റീഷൻ നമ്മൾക്ക് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെന്നുള്ള ലോ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കീവേഡ്സ് വെച്ചിട്ട് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നില്ലെങ്കിൽ ദർ ഈസ് എ ചാൻസ് എനിക്ക് ഫസ്റ്റിൽ തന്നെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയും ആലോചിക്കുക അല്ലേ? അതായത് ഈ ബൈ ഷൂസ് ഓൺലൈൻ എന്ന് പറഞ്ഞിരിക്കുന്ന കീവേഡ്, അത് കൂടുതൽ ആൾക്കാർ അതിൽ കോമ്പീറ്റ് ചെയ്യുന്നില്ല, മത്സരിക്കുന്നില്ല, കൂടുതൽ ആൾക്കാർ അതിൽ പൈസ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ട്. ആരെങ്കിലും ബൈ ഷൂസ് ഓൺലൈൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ആഡ് അവിടെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഒരുപാട് ആൾക്കാരൊന്നും അതിലെന്ത് ചെയ്യുന്നില്ല, പൈസ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം ലോ കോമ്പറ്റീഷനുള്ള കീവേഡ്സും അതേപോലെ തന്നെ മന്ത്ലി സെർച്ച് വോളിയം അത്യാവശ്യമുള്ള ഒരു ആവറേജ് മന്ത്ലി സെർച്ച് വോളിയം ഉള്ള കീവേഡ്സും ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ആൻഡ് വീണ്ടും ഇറ്റ് ഡിപ്പെൻഡ്സ്, ലൈക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ഹൈ കോമ്പറ്റീഷനുള്ള കീവേഡിൽ നിങ്ങളുടെ ആഡ് കാണിക്കണം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി അത് കൊടുത്തോണ്ടേ ഇരിക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ ആഡുകൾ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഉറപ്പായിട്ടും നിങ്ങളുടെ ആഡ് അവിടെ ഫസ്റ്റിൽ തന്നെ കാണിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ്, അത് നിങ്ങൾ കൊടുക്കുന്ന കീവേഡ്സിന് എത്രത്തോളം സെർച്ച് വോളിയം ഉണ്ട്, എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, കീവേഡ് റിസർച്ച് ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കീവേഡ് പ്ലാനർ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങളോട് കുറച്ചും കൂടി ആഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ കൊടുത്തതിൻ്റെത് ഓൺലൈൻ മെൻസ് ഷൂസ് 1K to 10K ആണ് ആവറേജ് മന്ത്ലി വ്യൂസ് വരുന്നത്. അതേപോലെ തന്നെ കോമ്പറ്റീഷൻ ഹൈ ആണ്, ഇതെല്ലാം ഹൈ ആണ് കോമ്പറ്റീഷൻ. ബൈ ഷൂസ് ഓൺലൈനും കോമ്പറ്റീഷൻ ഹൈ ആണ്, ബൈ സ്നീക്കേഴ്സും ഹൈ ആണ്. എന്ന് വിചാരിച്ചാൽ നമുക്കത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അതും കൊടുക്കാം. പിന്നെ എന്താണ്, അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെ കാണിച്ചു തരും. 10K to 100K ക്രോക്സ് നിയർ മീ ഉണ്ട്, പക്ഷെ അതിന് കോമ്പറ്റീഷൻ ലോ ആണ്. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്കത് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം. ഇനി അതല്ല ബൈ ഷൂസിന് മാത്രമുള്ളതാണെങ്കിൽ 1K to 10K ആണ്, പക്ഷേ ഹൈ കോമ്പറ്റീഷൻ ആണ്. മെൻസ് ബൂട്ട്സ് എന്നുള്ളത് കോമ്പറ്റീഷൻ ഹൈ ആണ്. പിന്നെ മിഡ് റേഞ്ചും ഉണ്ടാവും, മിഡ് റേഞ്ചിലുള്ള കോമ്പറ്റീഷൻ ഉള്ളത് നിങ്ങൾക്ക് എടുക്കാം. അതായത് മീഡിയം വാൻസ് ഓൺലൈൻ ഷൂസ് എന്നുള്ളതാണ്. അപ്പം പക്ഷെ അത് 10 to 100 മാത്രമേ സെർച്ച് വോളിയം ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾക്കത് എടുത്തിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ കീവേഡ്സ് കംപ്ലീറ്റ്ലി ഇവിടുന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ കീവേഡ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഡിൽ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദിസ് സെർച്ച് വോളിയം കോമ്പറ്റീഷന് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കണ്ടില്ലേ ലൊക്കേഷൻ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഇന്ത്യയിലാണ് ഈ ആഡ് റൺ ചെയ്യുന്നതെങ്കിലാണ് ഇത് കാര്യമുള്ളൂ. നമുക്ക് ഇന്ത്യ മാറ്റിയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് കേരളത്തിൽ മാത്രം നമ്മുടെ ആഡ് റൺ നമുക്ക് ആഡ് റൺ ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ കേരളം മാത്രം നോക്കുകയാണ്. അപ്പം കേരളത്തിൽ വരുന്ന റിസൾട്ടുകളായി, അതായത് കേരളത്തിൽ ഈ ഒരു പെർട്ടിക്കുലർ സാധനം എത്രത്തോളം ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ സിംഗപ്പൂരിൽ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് വിചാരിച്ചോ, ഇവിടെ കൊണ്ടേ ഇന്ത്യ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം സിംഗപ്പൂരിലെ ആൾക്കാർ ഇത് എത്രത്തോളം സെർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല എനിക്ക് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലൊക്കേഷൻ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, സിംഗപ്പൂർ കൊടുക്കാനായിട്ട് നോക്കണം. ഓക്കെ, സോ അത് വിട്ടുപോകരുത് ലൊക്കേഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കീവേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആൻഡ് ആ കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ AI കൊടുത്തത് കൊണ്ടാണ് അവർ എൻ്റെ വെബ്സൈറ്റ് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക്
എന്താ പറയുക കീവേഡ്സ് തന്നത്. ഇനിയിപ്പം AI കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ കീവേഡ്സ് കൊടുക്കുമ്പോൾ നിങ്ങളിവിടെ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്തിട്ട് കീവേഡ്സ് നിങ്ങൾക്ക് ഇവിടെ തരും. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇത് നിങ്ങൾക്ക് ഇതിൽ വേണ്ടാത്ത ഒരുപാട് ഉണ്ടാവും. കാരണം നമ്മൾ ഇത് മൊത്തത്തിൽ ആ വെബ്സൈറ്റിൽ കംപ്ലീറ്റ് കീവേഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ആഡ് ഗ്രൂപ്പ്സ് അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ആഡ് ഗ്രൂപ്പിൽ എനിക്ക് വെറും ഇൻറ്റിഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതായത് AI ഇൻറ്റിഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് മാത്രമേ ഞാൻ കൊടുക്കുന്നത്. സോ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കീവേഡ്സ് മാത്രം മതി എനിക്ക്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഈ കീവേഡ് പ്ലാനറൊക്കെ വെച്ച് സെർച്ച് ചെയ്ത് നല്ല സെർച്ച് വോളിയൊക്കെ ഉള്ള കീവേഡ്സ് ഒക്കെ എടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യുക, അതിവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ആഡ് ഗ്രൂപ്പ് സെറ്റിംഗ്സ് ഫോർ AI മാക്സ്. ഞാൻ ഓൾറെഡി അവിടെ AI കൊടുത്തത് കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ ഫൈനലി വരുമ്പം എന്താണ്, ആഡ് ക്രിയേറ്റ് ചെയ്യുക. അതായത് എൻ്റെ മൂന്നാമത്തെ ലെവലാണ് എന്ത്, ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, എൻ്റെ ഇമേജസും ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷൻസും കോൾ ടു ആക്ഷൻസും എല്ലാം ഞാൻ കൊടുക്കുന്നത് എവിടെയാണ്, ഈ ആഡ് ലെവലിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഫൈനൽ URL ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ 2 BHK ഫ്ലാറ്റ് ഇൻ കൊച്ചി അല്ലേ, ഇവിടെ കണ്ടില്ലേ www.vegaland.com കഴിഞ്ഞിട്ട് ഫ്ലാറ്റ്സ് കൊച്ചി. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേ പാത്ത്. സോ ദാറ്റ് ഒരു യൂസർ വന്ന് ഇവിടെ നോക്കുമ്പോൾ അയാൾക്കറിയാം അയാൾ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്, ഫ്ലാറ്റ്സിൻ്റെ പേജിൽ, കൊച്ചിയിലുള്ള ഫ്ലാറ്റ്സ് കാണിക്കുന്ന വെബ്സൈറ്റിൽ അല്ലെങ്കിൽ പേജിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ആൻഡ് ഇവിടെയും എൻ്റെ കീവേഡ് എന്താണ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ബേസിക്കലി ഡിസ്പ്ലേ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു യൂസർ പോകുന്ന പാത്ത് എന്താണോ അതിനെ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, അത് കാണിക്കുക. ഇപ്പം ഞാൻ മെൻ ഷൂസ് ആണ് ഞാൻ വിൽക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, മെൻസ് ഷൂസ് എന്നുള്ളത് എനിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മെൻ ഷൂസ് ഓൺലൈൻ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ അവിടെ വ്യക്തമാണ് ഓൺലൈനിൽ മെൻ ഷൂസ് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്പ്ലേ പാത്ത് കൊടുക്കുക എന്നുള്ളതും. അതും നിങ്ങളുടെ കീവേഡ് റിച്ച് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പോൾ അവിടെ അണ്ടർസ്റ്റുഡ് ആണ് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പേജിലാണ് പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേ പാത്ത് കൊടുക്കുക എന്നുള്ളത് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഹെഡ്ലൈൻസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 15 ഹെഡ്ലൈൻസ് വേരിയേഷൻസ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഓൾറെഡി AI കൊടുത്തത് കൊണ്ട് തന്നെ അവിടുന്ന് കാര്യങ്ങൾ ഫെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ AI കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് മാനുവലി ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തെല്ലാം കീവേഡ്സ് ആണോ കൊടുത്തിരിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയായിരിക്കണം നിങ്ങളുടെ ഹെഡ്ലൈൻസ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ക്യാരക്ടേഴ്സ് ഉണ്ട്, 30 ക്യാരക്ടേഴ്സ്, 21 ക്യാരക്ടേഴ്സ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ലൈൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ChatGPTയും ജെമിനിയും ഗൂഗിൾ AI സ്റ്റുഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിവിടെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കറക്റ്റായിട്ട് നിങ്ങളുടെ ബിസിനസ് എന്താ, നിങ്ങൾ എന്ത് സർവീസാണ് കൊടുക്കുന്നത്, നിങ്ങളുടെ ഓഡിയൻസ് എന്താണ്, നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇന്ന കീവേഡ്സ് ആണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നതൊക്കെ വ്യക്തമാക്കി കൊടുത്തിട്ട് അവരുടെ അടുത്ത് പറയാം, ഇതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഗൂഗിൾ ആഡ്സ് സെർച്ച് ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, കൺവേർഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു 15 ഹെഡ്ലൈൻസിൻ്റെ വേരിയേഷൻസ് ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന AI ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്തിട്ട് തരും. അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ കീവേഡ്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടോ. ആ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു ആഡ് കാണുവാണെങ്കിൽ നിങ്ങളത് ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ കീവേഡ്സ് ഹെഡ്ലൈൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. ആൻഡ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, കണ്ട ഇവിടെ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കുക. ഹെഡ്ലൈൻസ് റൊട്ടേറ്റഡ് ആവും, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ്. അപ്പം അതായത് ഇപ്പം എൻട്രി ആപ്പ് IT കോഴ്സ് ചിലപ്പം പോകുന്നത് ദ ബെസ്റ്റ് ലേണിംഗ് ആൻഡ് പ്രെപ്പ് ആപ്പ് ടു സെക്യൂർ എ ജോബ് എൻട്രി എന്നുള്ള രീതിയിലായിരിക്കും. ചിലപ്പം ഈ രണ്ടാമത്തെ ഹെഡ്ലൈനും ഫസ്റ്റത്തെ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും കോമ്പിനേഷൻ ആയിട്ട് പോകുന്നത്. അങ്ങനെ ഇത് റൊട്ടേറ്റ് ചെയ്ത് പോകും. ഇനിയിപ്പം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഹെഡ്ലൈനും അതേപോലെ ഈ ഒരു ഹെഡ്ലൈനും ഈ ഒരു ഡിസ്ക്രിപ്ഷനും ആണ് നിങ്ങൾക്ക് പോവേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഹെഡ്ലൈൻ്റെ കൂടെ എപ്പോഴും പോകുന്നത്
ഈ ഒരു ഹെഡ്ലൈൻ ഫസ്റ്റ് ഹെഡ്ലൈൻ്റെ കൂടെ എപ്പോഴും പോകുന്നത് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ അതിന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ബാക്കിയുള്ളതായിരിക്കും റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കണമെങ്കിൽ പിൻ ചെയ്തും വെക്കാം. പക്ഷേ ഇവിടെ എപ്പോഴും മൾട്ടിപ്പിൾ വേരിയേഷൻസ് കൊടുക്കാനായിട്ട് നോക്കുക. സോ ദാറ്റ് ഏതാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ട് വരുന്നതായിരിക്കും നമ്മൾക്ക് ഒരു എന്താ പറയുക അടുത്ത പ്രാവശ്യം ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതായിരിക്കും. സോ അതുകൊണ്ട് മൾട്ടിപ്പിൾ വേരിയേഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, വീണ്ടും 4 ഡിസ്ക്രിപ്ഷൻ വരെ നിങ്ങൾക്ക് 4 വേരിയേഷൻ വരെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അതിലെപ്പോഴും ഒരു കോൾ ടു ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ലാസ്റ്റ് എന്തെങ്കിലും ആൾക്കാർ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള വേർഡ്സ് ലൈക്ക് ഗെറ്റ് ഓഫർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ് അല്ലെങ്കിൽ ലേൺ മോർ കോൺടാക്ടേഴ്സ് എന്നുള്ള രീതിയിൽ ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ അല്ല കോൾ ടു ആക്ഷൻ കൂടി നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അതും നല്ലത്. ആൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയും എന്താണ്, നിങ്ങളുടെ കീവേഡ്സ് നിർബന്ധമായിട്ടും ഇൻക്ലൂഡഡ് ആയിരിക്കണം. അതിന് ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. കീവേഡ്സ് ഡിസ്ക്രിപ്ഷനും ഹെഡ്ലൈൻസിലും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്, പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റെൻഷൻസ് ആഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ സെർച്ച് ആഡിൽ നമ്മളിവിടെ കണ്ടില്ലേ ഈ ഒരു ഇമേജ് കണ്ടു, ഇത് ബേസിക്കലി ഒരു എക്സ്റ്റെൻഷനാണ്. അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് .എറണാകുളം, അതും എന്താണ് എക്സ്റ്റെൻഷൻ കൊടുത്തതാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ കോളസ് ഉണ്ട്, ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, അത് എക്സ്റ്റെൻഷൻ കൊടുത്തതാണ്. പിന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ RFID ലൈവ് ചാറ്റ് അവൈലബിൾ .learn more, ഇതും ഒരു എക്സ്റ്റെൻഷനാണ്. അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് അറിയാം, നമ്മൾക്ക് നമ്മളുടെ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ അല്ലാണ്ട് നമ്മൾക്ക് എക്സ്ട്രാ കാര്യങ്ങളും കൂടി ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ആഡഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ് അത്. അപ്പോൾ നമ്മൾക്ക് ആകെ ഇവിടെ സെർച്ച് ആയിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊരു ഹെഡ്ലൈന് നമുക്കൊരു ഡിസ്ക്രിപ്ഷനെ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അത് കൂടാണ്ട് എക്സ്ട്രാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുമ്പം അവിടെ ചാൻസസ് കൂടുതലാണ് ആൾക്കാർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ കാണാനും വേണ്ടി. ഇപ്പം ഞാനിവിടെ റിയൽ എസ്റ്റേറ്റിൻ്റെ കേസിലാണ് അത് കൊടുത്തത്. ഞാൻ ജസ്റ്റ് MBA ഓൺലൈൻ MBA കോഴ്സസ് എന്നുള്ളത് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ഇത് വന്നു. ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ ക്ലിക്കബിളാണ്. പ്രോഗ്രാം ഫീ, MBA ഫിനാൻസ് എറണാകുളം, MBA in HR എറണാകുളം, ഇതൊക്കെ ക്ലിക്കബിളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴും വീണ്ടും അവരുടെ ഒരു ലാൻഡിങ് പേജിലോട്ടേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. അതല്ലാണ്ട് ഇവിടെയും എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു എക്സ്റ്റെൻഷനാണ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഇതാ കണ്ടില്ലേ വീണ്ടും ഇവിടെ ഇതും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആക്ച്വലി സ്പോൺസർഡ് ആഡ് അല്ല. ഇതാ ഇവിടെ ഡൗൺലോഡ് ബ്രോഷർ, MBA ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ്, എൻറോൾ ഫോർ ഓൺലൈൻ MBA, ഇതും എന്താണ് ക്ലിക്കബിൾ ആണ്. അതേപോലെ തന്നെ ഇവിടെ വേറൊരു എക്സ്റ്റൻഷൻ കൂടി നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇത് കണ്ടില്ലേ ഡോട്ട് ഇട്ടിട്ട് ഇവിടെ എന്താണ്, ഇവിടെ അവരെന്താ ചെയ്ത ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് പകരം എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്തു. ഡിസ്ക്രിപ്ഷന് നമ്മൾക്ക് എന്താണ് ലിമിറ്റ് ഉണ്ട്. ഇവിടെ എന്താണ് അവർ ഷോർട്ട് വേർഡുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രൈ ഔട്ട് ചെയ്യാം. സോ ബേസിക്കലി എക്സ്റ്റെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ എക്സ്ട്രാ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഈ എക്സ്റ്റെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഈ എക്സ്റ്റെൻഷൻസ് പല രീതിയിലുള്ള എക്സ്റ്റെൻഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്റ്റെൻഷൻസ് കാണിച്ചു തന്നു. ഇതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സൈറ്റ് ലിങ്ക് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ബേസിക്കലി നമ്മൾക്ക് എക്സ്ട്രാ പേജസും കൂടി അതിൽ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഹെഡ്ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലാൻഡിംഗ് പേജിലോട്ടേക്കായിരിക്കും പോവുക. അതർ ദാൻ ദാറ്റ് നമുക്കിപ്പോൾ അവരെ കൊണ്ട് ബ്രൗസർ ഡൗൺലോഡ് ചെയ്യിപ്പിക്കണം, ടെസ്റ്റിമോണിയൽസിൻ്റെ പേജിലോട്ടേക്ക് കയറ്റിപ്പിക്കണം, അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്യുന്ന പേജിലോട്ടേക്ക് കയറ്റിപ്പിക്കണം. സോ ദാറ്റ് എനിക്ക് എക്സ്ട്രാ ലിങ്കുകളും കൂടി അവിടെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പേജസിലോട്ടേക്കായിരിക്കും ഇവരിതൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് സൈറ്റ് ലിങ്ക് എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈഡ് ലിങ്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള കോഴ്സസ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം എൻട്രി ആപ്പ് എന്ന് അവർ ഫെച്ച് ചെയ്ത് എടുത്തതാണ്. ആൻഡ് അതിൽ നിങ്ങൾക്ക് ഒരു പുതിയ സാധനം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. സൈഡ് ലിങ്കിൻ്റെ ടെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് ബ്രോഷറാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഫൈനൽ URL ഞാൻ വീണ്ടും വെറുതെ ജസ്റ്റ് ഇപ്പം എൻട്രി ആപ്പിൻ്റെ ലിങ്കിനെ ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് എത്ര സൈഡ് ലിങ്ക് വേണം അത്രയും സൈഡ് ലിങ്ക് കൊടുക്കുക. അതിവിടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതെന്താണ്
സൈറ്റ് ലിങ്ക് ഇവിടെ ഡൗൺലോഡ് ബ്രോഷർ എന്നുള്ളത് ഞാൻ ഡൗൺലോഡ് ബ്രോഷർ എന്നുള്ള സൈറ്റ് ലിങ്ക് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ആൻഡ് അത് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്താണ് അവിടെ കണ്ട ഈ ഒരു സൈഡ് ലിങ്ക് അവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ മൾട്ടിപ്പിൾ എക്സ്റ്റൻഷൻസ് ഉണ്ട്. അപ്പം ആ എക്സ്റ്റൻഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഓരോ ബിസിനസ് ടൈപ്പിനും എന്ത് എക്സ്റ്റൻഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമ്മൾക്കതും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സൈഡ് ലിങ്ക് ഉണ്ട്, കോൾ ഔട്ട് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മോർ എസറ്റ് ടൈപ്പ് എടുക്കുമ്പോൾ പ്രൊമോഷൻസ് ഉണ്ട്, പ്രൈസസ് ഉണ്ട്, കോൾസ് ഉണ്ട്, സ്ട്രക്ചേർഡ് സ്നിപ്പറ്റ് ഉണ്ട്, ലീഡ് ഫോം ഉണ്ട്, ആപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ എക്സ്റ്റൻഷൻസ് അവൈലബിൾ ആണ്. ഇത് നിങ്ങളുടെ കൂടുതൽ ആൾക്കാർ വന്ന് നിങ്ങളുടെ ആഡ് ക്ലിക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദാറ്റ് നിങ്ങളുടെ CTR ഇൻക്രീസ് ആവും. CTR ഇൻക്രീസ് ആകുമ്പോൾ ക്വാളിറ്റി സ്കോർ ഇൻക്രീസ് ആവും. ക്വാളിറ്റി സ്കോർ ഇൻക്രീസ് ആകുമ്പോൾ നിങ്ങളുടെ ആഡ് ഫസ്റ്റ് പൊസിഷനിലോട്ടേക്ക് കാണിക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ എക്സ്റ്റൻഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ പറയാം, ഞാൻ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ എക്സ്റ്റൻഷൻസ് ഒക്കെ കൊടുത്തു. ഫൈനലി നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു സാധനം കാണാം, ആഡ് സ്ട്രെങ്ത് എന്നുള്ളത്. ഇതിപ്പം പുവറാണ്, കാരണം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം അത് ആഡ് സ്ട്രെങ്ത് നല്ല രീതിയിലാവണമെങ്കിൽ നമ്മൾ ഹെഡ്ലൈൻസ് എല്ലാം നല്ല രീതിയിൽ കൊടുക്കാം. ഇൻക്ലൂഡ് പ്രോപ്പർ കീവേഡ്സ്, മേക്ക് ഹെഡ്ലൈൻസ് യൂണിക്, മേക്ക് ഡിസ്ക്രിപ്ഷൻസ് യൂണിക് ആൻഡ് മോർ, ആഡ് മോർ സൈറ്റ് ലിങ്ക്സ്. ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ് സ്ട്രെങ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുവർ തന്നെയായിരിക്കും കാണിക്കുന്നത്. മൈൻഡ് ചെയ്യേണ്ട, അത് നിങ്ങൾ ആഡ് റൺ ചെയ്ത് വർക്കായി കഴിഞ്ഞ് തുടങ്ങുമ്പോൾ അത് സെറ്റ് ആയിക്കോളും. ഇഫ് ഇൻ കേസ് അത് വർക്ക് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് മാറ്റി കൊടുക്കാനായിട്ട് നോക്കണം. മാക്സിമം ഇത് ഫുള്ളായിട്ട് തന്നെ വരുത്താൻ വേണ്ടി നോക്കുക. നിങ്ങളിതൊക്കെ സെറ്റ് ആക്കുമ്പോഴത്തേക്ക് തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി സ്ട്രെങ്ത്ത് ഗ്രേറ്റ് തന്നെ ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ആഡുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ AI Max നമ്മൾ കൊടുത്തു, കീവേഡ്സ് നമ്മൾ കൊടുത്തു, ആഡുകൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അടുത്തത് എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഞാൻ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇനി എനിക്ക് എന്താ ബഡ്ജറ്റ് എനിക്ക് സെറ്റ് ചെയ്യണം അല്ലേ. സോ ഞാൻ നേരത്തെ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്കിവിടെ നിങ്ങളുടെ കസ്റ്റം ബഡ്ജറ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾ എത്ര പൈസയാണോ ഡെയിലി ബഡ്ജറ്റ്, അതായത് ഒരു ദിവസം എത്ര പൈസയാണോ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുന്നത് എന്നുള്ള ഡെയിലി ബഡ്ജറ്റ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഞാനിപ്പോൾ ജസ്റ്റ് അത് കൊടുത്തു, 1500 കൊടുത്തു, നെക്സ്റ്റ് അടിക്കുകയാണ്. ആൻഡ് നൗ ഒരു പ്രിവ്യൂ പേജിലോട്ടേക്കായിരിക്കും കൊണ്ടുപോവുക. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരും. അത് റിവ്യൂ ചെയ്തിട്ട് ഒന്നുകൂടി കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് കുറച്ച് ഇഷ്യൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ ആഡ്സ് ഞാൻ ടിക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നമ്മളുടെ ആഡ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ടത്, നമ്മളിവിടെ AI ഓൾറെഡി ടിക്ക് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട, അതായത് നമ്മുടെ ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷൻസ് ഒന്നും നമ്മൾ മാനുവലി പോയിട്ട് ആഡ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ കീവേഡ്സും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ AI ചെയ്യാണ്ട് നിങ്ങൾ ആഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ തന്നെ മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ ഇപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തിട്ടു, നെക്സ്റ്റ് അടിച്ചു, സ്കിപ്പ് അടിച്ചു. ഇവിടെ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ആഡ് ഓൾറെഡി ഇത് നേരത്തെ ക്രിയേറ്റ് ആയിട്ടുള്ള ആഡാണ്. ഞാനിതിന് എന്താണ് എഡിറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇതിൽ കയറിയിട്ട് കംപ്ലീറ്റ്ലി എഡിറ്റ് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ കൊടുത്തതാണ്. ഇനി നമുക്ക് ഓക്കെ, സോ ഇൻ കേസ് നിങ്ങളത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വീണ്ടും വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും മാനുവലി സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കീവേഡ്സ് ആണെങ്കിലും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനും ഹെഡ്ലൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ മാനുവലി റിസർച്ച് ചെയ്തിട്ട് കീവേഡ്സ് റിസർച്ച് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് അടിക്കുക, നിങ്ങളുടെ ആഡ് നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് സെർച്ച് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സെർച്ച് ആഡിൽ നമ്മൾ എന്താണ്, നമ്മൾ ടെക്സ്റ്റും ഡിസ്ക്രിപ്ഷൻസും ഹെഡ്ലൈൻസ് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷൻസും പിന്നെ എക്സ്റ്റൻഷൻസും മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ ആഡ് വരുന്ന സമയത്ത് അവിടെ അഫ്കോഴ്സ് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് ക്രിയേറ്റീവ്സ് വേണം. അതായത് നിങ്ങൾക്ക് ഇമേജസ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ ലോഗോസ് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സോ അതൊക്കെ നിങ്ങൾ ഡിഫറെൻറ്റ് സൈസസിലുള്ളത് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ആഡും കാര്യങ്ങളൊക്കെ ഒന്ന്
ഒന്ന് എടുത്തു നോക്കുക. ഓരോ ക്യാമ്പയിൻസും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഓരോ ക്യാമ്പയിൻ ടൈപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോസ് ഓരോ ക്യാമ്പയിൻ ടൈപ്പിന് വേണ്ടിയിട്ടും ചെയ്യാം. ആൻഡ് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ അടുത്തത് നമ്മൾ ഇടുന്നതായിരിക്കും. സോ അത് സ്റ്റേ ട്യൂൺ. നിങ്ങൾക്കത് കൂടുതലായിട്ട് അറിയാനും കൂടുതൽ എങ്ങനെയാണ് ചെയ്ത് നോക്കുക എന്നുള്ളതൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമ്മളതിന് റെസ്പോൺസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട്, ഇനി അതല്ല നിങ്ങൾ ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് ഒന്നുകൂടി അപ്സ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള AI ഇൻറ്റിഗ്രേറ്റഡ് അഡ്വാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എൻട്രിയിൽ അവൈലബിൾ ആണ്. ആൻഡ് അത് കറൻ്റ്ലി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പഠിക്കാം, ഓൺലൈനായിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ആൻഡ് അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുത്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.